മരുപക്ഷി പാടുമ്പോൾ ആൻ ഇന്ത്യ പാക് ലവ് അവസാന ഭാഗം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒരു വരിയാണെങ്കിൽ പോലും ഒരു വാക്കാണെങ്കിൽ പോലും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അച്ഛൻ അസുഖബാധിതനായതിനാൽ പ്രജീഷ് നാട്ടിൽ പോയ സമയം പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്ലാറ്റിൽ തിരിച്ചെത്തി കോഫി കുടിക്കായിരുന്നു ഫിദയും മായും. ചേച്ചിയുടെ നാട്ടിലേക്ക് വരാൻ പ്രജീട്ടൻ പറഞ്ഞില്ലേ? ഉവ്, പക്ഷെ ലീവ് ഇട്ടണ്ടേ? അച്ഛൻ എങ്ങനെയുണ്ട്? ICU തന്നെയാണെന്ന കുറച്ച് മുമ്പ് പ്രജീട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞ്. ഫിദയൊന്ന് മൂളി. നാളെ സ്കൂൾ അവധിയാണല്ലോ, എന്താ പരിപാടി? എനിക്കതിൽ വാങ്ങാനോ മറ്റോ ഉണ്ടോ? അത് മായേച്ചി. ഫിദ പരിങ്ങി. മായ അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വഴക്ക് പറയോ? അപ്പം എന്തോ കുരുത്തക്കേടാണ്. എന്തായാലും പറ, കേൾക്കട്ടെ. നാളെ വാലന്റൈൻസ് ഡേ അല്ലേ? അതിന്? അല്ല, അവന് ലീവാണ്. തെളിച്ച് പറയടി. ഞങ്ങൾ ഒരുമിച്ച് പുറത്തൊന്നും പോയിട്ടില്ല, അതാ ചേച്ചി പെർമിഷൻ തന്നാ. കാര്യം മനസ്സിലായി. മായ നിവർന്നിരുന്നു. നിനക്ക് അവൻ്റെ കൂടെ കറങ്ങാൻ പോണം അല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഒരുമിച്ച് എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരിക്കണം, ഫുഡ് കഴിക്കണം, എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കണം. പിന്നെ അവൻ അങ്കിളിനെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചും വരും. ഫിദ, ഞാൻ നിൻ്റെ ഫ്രണ്ട് മാത്രമായിരുന്നെങ്കിൽ ഒന്നും ആലോചിക്കാതെ സമ്മതിച്ചേനെ. പക്ഷേ നീ എൻ്റെ മായേച്ചെന്ന് വിളിക്കുന്ന സ്വന്തം ചേച്ചിയായി കണ്ടിട്ടാണെന്ന വിശ്വാസം, അതായത് ഫാത്തിമയുടെ സ്ഥാനത്ത്. എനിക്കിതിനെ കൂട്ടിക്കാൻ പറ്റില്ല. അവൻ നിന്നെയും കൊണ്ട് എവിടെയെങ്കിലും പോയി വല്ലതും ചെയ്താലോ? ആരോട് പരാതി പറയും? മുന്നേ അത്രക്കാരനല്ല. ആര്? മായ അവളെ തറപ്പിച്ച് നോക്കി. അവളെ ചമ്മല് മറക്കാൻ പാടുവിട്ടു. അത് ചേച്ചി, അവൻ്റെ അമ്മയെ വിളിക്കുന്ന മുന്നാന്നാ ഞാനും അങ്ങനെ വിളിക്കുന്ന അവന് ഇഷ്ടം. എൻ്റെ കൃഷ്ണ, ഏത് നേരത്താണോ അതിനിങ്ങോട്ട് കെട്ടിയെടുക്കാൻ എനിക്ക് തോന്നിയത്? മായ നെറ്റിയിലടിച്ച്. അവൻ അത്രക്കാരനെല്ലാം ഉറപ്പിക്കാത്ത കാരണം അത് പറ. ചേച്ചി, ജോനാലി എന്താ അവനെക്കുറിച്ച് ഓരോന്ന് പറയും. അവൻ അവളുടെ മേലൊരു കണ്ണുണ്ടെന്നൊക്കെ. അന്ന് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായ ദിവസം അവളെന്നെ പരമാവധി പ്രൊവോക്ക് ചെയ്തു. ഒടുക്കം ഞാൻ അവന് ഇഷ്ടത്തിലാണെന്ന് എനിക്ക് പറയേണ്ടി വന്നു. അപ്പോൾ സ്കൂൾ മൊത്തം പാട്ടായി കാണല്ലോ. എന്നിട്ട് അവൾ സമ്മതിച്ചിരുന്നില്ല. അവനൊരു പ്ലേ ബോയ് ആണെന്നൊക്കെ വാദിച്ചു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ കുറേ ചീത്ത പറഞ്ഞു. അവസാനം അവൾ മുന്നേക്ക് മെസ്സേജ് അയച്ചു. ലീവ് ദിവസം 360 മാളിൽ വരുന്നോന്ന് ചോദിച്ചു. കൊള്ളാലോ. എന്നിട്ട് ബാക്കി പറ. ബ്രേക്കിന് ഞാൻ പാൻട്രി പോയപ്പോൾ അവൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ. അവൻ ജോൻ അയച്ച മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നോട് ചോദിച്ചു. ഇതും എൻ്റെ ചോദ്യം തമ്മിൽ എന്താ ബന്ധം? അവന് വേണമെങ്കിൽ മറച്ചൊക്കെ ആയിരുന്നില്ലേ? എന്നോട് പറയണോ? എടി പൊട്ടിയാവാം, മരപ്പൊട്ടി ആവരുത്. നീയും ജോനെയും തൊട്ടടുത്താണ് ഇരിക്കുന്ന അവൻ അറിയാത്തൊന്നല്ലല്ലോ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞു, അത്രയേ ഉള്ളൂ. അതുമാത്രമല്ല, അവൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എന്തിന് ഇമെയിലിൻ്റെ പാസ്വേഡ് പോലും എൻ്റെ ഫോണിലുണ്ട്. ഒരൊറ്റ പെണ്ണിനോട് അവൻ ചാറ്റ് ചെയ്യാറില്ല. അന്ധമായ വിശ്വാസം, അത് ആപത്താണ്. ശരി, ഇത് നിന്റെ ലൈഫാ മോളെ. ഒരു പരിധി വിട്ട് അതിൽ കൈകടത്താൻ എനിക്ക് പറ്റില്ല. പ്രായപൂർത്തിയായ സ്വന്തം കാലം നിൽക്കുന്ന പെണ്ണാ നീ. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. എൻ്റെ കൂടെ താമസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് നിന്നെ കെട്ടിയിട്ട പോലെ നിയന്ത്രിക്കാനൊന്നും ഞാനില്ല. അതെന്താ മായച്ച് അന്യരോട് സംസാരിക്കുന്ന പോലെ? ഫിദക്ക് സങ്കടം വന്നു. ഞങ്ങളുടെ സ്നേഹം വെറും ഒരു തമാശയോ സെക്സിന് വേണ്ടി മാത്രമുള്ളതല്ല. വീട്ടുകാരെങ്ങനെയും പറഞ്ഞു സമ്മതിപ്പിക്കും. ഇവിടെ വെച്ച് മാരേജ് ചെയ്യാൻ പറ്റായിട്ടല്ല. എംബസിയിൽ നിന്ന് എന്തോ പേപ്പറുകൾ വാങ്ങിയാൽ അതിന് പറ്റുമെന്നാ മുന്നേ പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്തെൻ്റെ വീട്ടുകാർ ചേച്ചിയും പ്രജിയേട്ടനെയും കുറ്റപ്പെടുത്തും. മായ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. എനിക്ക് അവനില്ലാതെ പറ്റില്ല ചേച്ചി, ഒന്ന് മനസ്സിലാക്കും. ദയനീയമായ വാക്കുകൾ കേട്ടപ്പോൾ മായക്ക് അലിവ് തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച പുരുഷന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി താൻ ഇതുപോലെ കെഞ്ചിയിട്ടുണ്ട്, കാല് പിടിച്ചിട്ടുണ്ട്. ശരി, പോയിട്ട് വാ. ഫിദ വിശ്വാസം വരാത്ത പോലെ അവളെ നോക്കി. എന്താ? ആരുടെ പോയിട്ട് വാ, പക്ഷേ സൂക്ഷിക്കണം. അതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ എനിക്ക് ഫോൺ ചെയ്യണം. ഫിദ അവളെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ചേച്ചി. ഇതൊക്കെ പ്രജിയായിട്ട് അറിഞ്ഞാലേ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഒരിക്കൽ മുന്നോട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം ഏട്ടനുള്ളൂ. പിന്നെ ഞങ്ങളുടെ കൂടെ നിന്നോളൂ. അങ്ങനെ ആവട്ടെ. നിനക്ക് ആശയമെല്ലാം വേണം? വേണ്ട. എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണ് പ്ലാന്? നല്ലൊരു വാച്ച് കൊടുക്കാം, പിന്നെ ഒരു ജോഡി ഡ്രസ്സും. എന്നാൽ റെഡിയാവും, നമുക്ക് അതൊക്കെ വാങ്ങിയിട്ട് വരാം. ഫിദ സന്തോഷത്തോടെ അകത്തേക്ക് ഓടി. പിറ്റേന്ന് രാവിലെ അവൾ പോവാൻ തയ്യാറായി മായയുടെ മുന്നിൽ വന്ന് നിന്നു. രാത്രി വാങ്ങിയ സാധനങ്ങൾ ഒരു കവറിലാക്കി എടുത്തിട്ടുണ്ട്. റോയൽ ബ്ലൂ ടോപ്പും വൈറ്റ് പാൻറ്റുമാണ് വേഷം. ഹിജാബ് പിന്നുകൾ കുത്തി ഉറപ്പിച്ച് അവൾ മായയുടെ നേരെ തിരിഞ്ഞു. കൊള്ളാമോ? കുറച്ച് ടൈറ്റാണോ എന്നാ സംശയം. ഞാൻ നന്നായി തടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ കവിളൊക്കെ അങ്ങ് വീർത്ത്. ഈ ഡ്രസ്സിലൊക്കെ കണ്ട ആർക്കായാലും കൺട്രോൾ പോവും. ഒന്ന് സൂക്ഷിച്ചോ നീ. നമുക്ക് കാണാലോ. എന്താ, ഞാൻ പോയിട്ട് വരാം. അവൻ പിക്ക് ചെയ്യാൻ വരുമോ? ഓൾറെഡി എത്തി, ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ട്. സൂക്ഷിച്ച് പോ. ഫിദ അവളുടെ കവിളിൽ ഉമ്മ. ഇങ്ങനെ പേടിക്കില്ല ചേച്ചി, ഞാൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും. കവറുകളും എടുത്ത് അവൾ പുറത്തിറങ്ങി ലിഫ്റ്റിന് നേരെ നടന്നു. ഈശ്വര,
കുഴപ്പമൊന്നും വരുത്തല്ലേ. മായ നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. കുറേ നേരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ടാക്സിയിൽ അവൾ കയറിയുടനെ മോശം ചോദിച്ചു. 5 മിനിറ്റ്. സോറി, ആ സിഗ്നലിൽ കുടുങ്ങിപ്പോയി. മോശം ക്ഷമാപണത്തോടെ കർച്ചീഫ് എടുത്ത് അവളുടെ മുഖത്തെ വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുത്തു. പിന്നെ വാട്ടർ ബോട്ടിൽ അവൾക്ക് നൽകി. കുടിക്ക്. ലല, നേരെ ഷൂയിക്കിലേക്ക്. മോശം പറയുന്നിട്ട് ഡ്രൈവർ തലവിളിക്കി. പിന്നെ കാറ് മുന്നോട്ടെടുത്തു. ഇദ്ദേഹം പാകിസ്ഥാനിയാ. ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇദ്ദേഹത്തെ മാത്രമേ വിളിക്കാറുള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വലതുകരം തൻ്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു. പേടിയുണ്ടോ നിനക്ക്? പക്ഷെ നീ കൂടെ ഇല്ലേ? ഫിദ പുഞ്ചിരിച്ചു. അങ്ങനെ പറഞ്ഞെങ്കിലും ഉള്ളിൽ ചെറിയ ഭയമുണ്ടായിരുന്നു. മോശം നല്ലവനാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഏതോ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയുള്ളവർ എത്രക്കാരാണെന്ന് അറിയില്ല. അവളുടെ മനസ്സ് വായിച്ചിട്ടാവണം മോശം പുറം കൈയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് എൻ്റെ റൂം. കുറേ ദൂരം പോയപ്പോൾ അവൻ കഴിച്ചുകൊണ്ട് ഫിദ അങ്ങോട്ട് നോക്കി. റോഡിൽ നിന്ന് ഒരുപാട് ദൂരെ 4 വശവും കമ്പിവേലി കെട്ടിയ ഒരു കെട്ടിടം. മൊത്തം 6 നിലയാണ്. എൻ്റെ 2nd ഫ്ലോറിലാണ്. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ലേഡീസിന് പ്രവേശനമില്ല. ലേഡീസിന് മാത്രമല്ല, പുറത്തുനിന്നുള്ള ആർക്കും. 2-3 മാസം കഴിഞ്ഞ് ഇവിടുന്ന് മാറും. ഇത് പഴക്കമുള്ളതായതുകൊണ്ട് പൊളിച്ചളഞ്ഞ് പുതിയത് പണിയെന്നൊക്കെ പറയുന്ന കേട്ട്. എനിക്കിവിടെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ ഫ്രണ്ട്സിൻ്റെ റൂമിലൊക്കെ പോയി കിടക്കും. കാറ് പിന്നെ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ചു. ഒടുവിൽ ഏതൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഒരു സ്ഥലത്തി ഫിദ പുറത്തിറങ്ങി. ഇവിടെ എൻ്റെ ഗ്രാമത്തിലെ സുഹൃത്തുക്കൾ താമസിക്കുന്നുണ്ട്. നീ വരുന്നുണ്ട്. എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കിയ മുന്ന എന്തിനും വാങ്ങിക്കണ്ടേ? എന്തിന്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ വല്ലതും വാങ്ങും. ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും. അതൊക്കെ ഞങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷേ നീയുടെ വിരുന്നുകാരിയല്ല, എൻ്റെ ഭാര്യയാണ്. മോസം അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ലിഫ്റ്റിൽ കയറുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. തിരിച്ചു പോയാലെന്നിവരെ അവൾക്ക് തോന്നി. പക്ഷെ അവൻ്റെ സന്തോഷം കാണുമ്പോൾ അതിനും വയ്യ. 4ാം നിലയിലെത്തി മുന്നിലെ ഡോർ തട്ടി മോസം അവിടെ നേരെ നോക്കി. ഈ 2 ഫ്ലാറ്റിൽ എൻ്റെ ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് ഒഴിഞ്ഞടക്കിയ അവർ വെക്കേഷന് പോയി. അടുത്ത മാസം തിരിച്ചു വരും. ഡോറ് തുറക്കപ്പെട്ടു. മോസമിൻ്റെ പ്രായത്തിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ. അവരെ കണ്ടത് അവൻ പുഞ്ചിരിച്ചു. ഇത് അയാസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്ത വീട്ടിൽ നന്നായിട്ട് പാടുന്ന ഒരു അമ്മയുണ്ടെന്ന്? അവരുടെ മോനാ. അകത്തേക്ക് വരൂ. അയാസ് ക്ഷണിച്ചു. വേറെ 2 ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു. പിന്നെ 50-നടുത്ത് പ്രായമുള്ള ഒരാളും. അത് മോസമിൻ്റെ അമ്മാവനാണെന്ന് അവൾക്കറിയാം. ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇത് റഹ്മത്തുള്ള, എൻ്റെ മാമു. നിനക്കറിയാലോ. അസ്സലാമു അലൈക്കും. അവൾ അയാളെ നോക്കി അഭിവാദ്യം ചെയ്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബേട്ടി ബൈട്ടിയോ? റഹ്മത്തുള്ള സോഫിയുണ്ട്. ഫിദ അവിടെ ഇരുന്നു. ഇത് ഷാഹിദ്, അത് അൻവർ. ഇവരെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. മാമു വേറൊരു കമ്പനിയിൽ. നീ ഇവിടെ ഇരിക്കേ, ഫുഡ് റെഡിയായി നോക്കട്ടെ. മോസം കൂട്ടുകാരുടെ അടുക്കളയിൽ പോയപ്പോൾ അവിടെ റഹ്മത്തുള്ളയും അവളും മാത്രമായി. ഫിദക്ക് പേടി ഇരട്ടിച്ചു. സിനിമകളിൽ കാണുന്ന തീവ്രവാദി കഥാപാത്രത്തിന്റെ രൂപമാണ് അയാൾക്ക്. നല്ല ഉയരവും അതിനൊത്ത വണ്ണവും. നീണ്ട താടിയിൽ തടവിക്കൊണ്ട് അയാൾ അവളെ തന്നെ നോക്കിയിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട് ബേട്ടി? വാപ്പിയുമ്മയും അനിയനും. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. ഹിന്ദി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. മോസം പഠിപ്പിച്ചതാണോ? അല്ല, ഹിന്ദി സിനിമകൾ പണ്ടേ കാണാറുണ്ട്. നിന്റെ വീട്ടുകാർ ഈ ബന്ധത്തിന് സമ്മതിക്കോ? അവൾക്ക് മറുപടിയില്ലായിരുന്നു. അവൻ്റെ അമ്മി, അതായത് എൻ്റെ അനിയത്തി, സമ്മതിക്കാൻ സാധ്യത കുറവാ. പക്ഷേ ഞാൻ ശ്രമിക്കാം. അതുമാത്രം പോരല്ലോ, നിന്റെ വീട്ടുകാർ സമ്മതിക്കണം. അവരെ വേദനിപ്പിക്കരുത്. നിന്നെ വളർത്തി വലുതാക്കി അവരെ കരയിപ്പിച്ച അള്ളാഹു ഒരിക്കലും ക്ഷമിക്കില്ല. അയാൾ മുന്നോട്ട് നീങ്ങിയിരുന്നു. ഈ ഒരു ബന്ധത്തിൻ്റെ പേരിൽ ആരും സങ്കടപ്പെടരുത്. അതുപോലെ ചെയ്ത് തെറ്റായി പോയിന്ന് ഒരിക്കലും നിങ്ങൾക്ക് 2 ആൾക്കും തോന്നരുത്. അവൾ തലകുലുക്കി. അയാൾ വാശിൽ നോക്കി. പിന്നെ എഴുന്നേറ്റു. ഞാൻ പോവാ, ഡ്യൂട്ടി ഉണ്ട്. ഒരുപാട് വൈകാതെ തിരിച്ചു പോകണം. ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അവൾ തലകുലുക്കി. അയാൾ വാശിൽ നോക്കി. പിന്നെ എഴുന്നേറ്റു. മാമു, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഷാഹിദും മോസം അങ്ങോട്ട് വന്നു. സമയമില്ലടാ, ഞാൻ രാത്രി കഴിച്ചോളാം. ഇവളെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കണം, കേട്ടല്ലോ? ശരി മാമു. അയാൾ പോയപ്പോൾ മോസ അവളെയും കൂട്ടി ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ഇന്നത്തെ പാചകം അൻവറ, കഴിച്ചു നോക്ക്. അവൻ അവളെ പിടിച്ചിരുത്തി. പിന്നെ തൊട്ടടുത്തിരുന്നു. മലബാരി ഫുഡ് ഉണ്ടാക്കി എനിക്കറിയില്ല ദീദി. യൂട്യൂബിൽ നോക്കി ചെയ്താ. നന്നായില്ലെങ്കിൽ പറയണം. ഇവിടെ അടുത്തൊരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞാൻ വാങ്ങിയിട്ട് വരാം. അൻവർ പറയുന്ന കേട്ടപ്പോൾ ഫിദയ്ക്ക് വിഷമം തോന്നി. അവൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് പണ്ടൊരിക്കൽ മോസം പറഞ്ഞിട്ടുണ്ട്. രാത്രി ജോലിയും കഴിഞ്ഞ് തിരിച്ചെത്തി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടിരിക്കുന്നു. അതും തനിക്ക് വേണ്ടി. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് മതിയായിരുന്നല്ലോ എനിക്കും. അതൊക്കെ ദീദി വിവാഹത്തിന് ശേഷം ശീലിച്ചാൽ മതി. അൻവർ 2 പേരുടെയും മുമ്പിൽ പ്ലേറ്റുകൾ വെച്ച് ചോറും മീൻകറിയും ചിക്കൻ ഫ്രൈയും വിളമ്പി. പിന്നെ അച്ചാറും. സമയം ഉണ്ടായിരുന്നില്ല. അടുത്ത തവണ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കി വെക്കാം. ഇതൊക്കെ മതി പയ്യ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങളുടെ സമയം ആവുന്നേ ഉള്ളൂ. അവൾ മീൻകറി ഒന്ന് രുചിച്ചു. പിന്നെ അൻവറിനെ നോക്കി.
സൂപ്പർ. മലബാരി ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് വെറുതെ പറഞ്ഞാണല്ലേ? ഇത് ശരിക്കും എൻ്റെ നാട്ടിലെ പോലെ തന്നെ ഉണ്ട്. സത്യം? അൻവറിൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. സത്യം, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക്സ് ദീദി, നിങ്ങൾ കഴിക്കുക, ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. അൻവറും ഷാഹിദും അയാസും പുറത്തേക്ക് ഇറങ്ങി ഡോറടച്ച്. കഴിക്ക്. മോസൻ തൻ്റെ പ്ലേറ്റിൽ നിന്ന് ചിക്കൻ ഔട്ടേതിൽ വെച്ച്. അയ്യോ, ഇത് മുഴുവൻ കഴിക്കാനോ? ഫിഷ് കറി ടേസ്റ്റിൽ നിനക്കറിയാം. അവനെ സങ്കടപ്പെടുത്താതിരിക്കാൻ കള്ളം പറഞ്ഞല്ലേ? ഫിദ ചിരിച്ച്. കുഴപ്പമില്ല മുന്ന, പാവം, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കൊള്ളില്ലെന്ന് എങ്ങനെ പറയും? അവളൊരു കഷ്ണം ചിക്കൻ അടർത്തിയെടുത്ത് ചോറിൽ കുഴച്ച് ഉരുളയാക്കി. പിന്നെ അവൻ്റെ നേരെ തിരിഞ്ഞു. വാതുറക്ക്. മോസം അനുസരിച്ചു. പരസ്പരം ഭക്ഷണം കഴിപ്പിച്ച ശേഷം രണ്ടുപേരും എഴുന്നേറ്റ് കൈ കഴുകി. അപ്പുറത്തേക്ക് പോകാൻ നമുക്ക്, ഇവിടെ ആകെ അലങ്കോലായിട്ടിരിക്കുക, അവൻ പറഞ്ഞു. ആൾ താമസമില്ലാത്ത ഫ്ലാറ്റിലേക്കാണ് ക്ഷണിക്കുന്നത്. പോവണോ വേണ്ടേന്ന് അവൾ ആലോചിച്ചു. ഒടുവിൽ കൊണ്ടുവന്ന കവറുകളും എടുത്ത് അവൻ്റെ പിന്നാലെ ചെന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ ഡോറിന്ന് മോസം നേരെ ചെന്ന് അവിടുത്തെ ബെഡ്റൂമിലേക്കാണ്. AC-യുടെ തണുപ്പിലും ഫിദ വിയർത്തു തുടങ്ങി. അവൻ ഡോർ ലോക്ക് ചെയ്ത് അവൾക്കരികിലേക്ക് എത്തി. ജാൻ, ഇവിടെ ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ നിന്നെ എന്തെങ്കിലും ചെയ്താലോ? നിനക്ക് അതാണ് വേണമെങ്കിൽ അയക്കും മുന്നേ, ഞാൻ തടയില്ല. കാരണം നീ എൻ്റെ, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് നിന്നെ. അത്രയും പറഞ്ഞപ്പോഴേക്കും ഫിദയുടെ ശബ്ദമിളറി. മോസൻ ചെറുപുഞ്ചിരിയോടെ അവളെ ബെഡിലിരുത്തി. അവൻ തറയിലും ഇരുന്നു. അതിനുശേഷം അവളുടെ ചെരുപ്പ് പതിയെ ഊരി മാറ്റി പാദങ്ങൾ തൻ്റെ മടിയിൽ വെച്ചു. പിന്നെ പോക്കറ്റിൽ നിന്നൊരു ജ്വല്ലറി ബോക്സ് എടുത്ത് തുറന്നു. ഒരു ജോഡി സ്വർണ്ണ കുലുസ്. അവനത് പതിയെ ഫിദയുടെ ഇരുകാലുകളിലും അണിയിച്ചു. അവൾ ശ്വാസമടക്കിയിരിക്കുകയാണ്. അവൻ വലത്തെ പാദമുയർത്തി അതിൻ്റെ വിരലുകളിൽ ചുംബിച്ചു. കേരളത്തിലെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന മോഡൽ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ ജ്വല്ലറിയിൽ ആളെടുത്തെന്നാ. നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായോ? ഫിദ മറുപടി പറയാതെ എഴുന്നേറ്റ് അവനെ ബെഡിലിരുത്തി. പിന്നെ നേരെ മുന്നിൽ ചെന്ന് നിന്നു. അവനെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ച് തലയിൽ ഉമ്മവെച്ച്. കഴിഞ്ഞിട്ടില്ല. മോസം ഒരു പുൻസിരിയോടെ ടേബിളിൽ നിന്നൊരു കവറെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. തുറന്നു നോക്ക്. ഫിദ തുറന്നു. ഒരു പുസ്തകമായിരുന്നതിൽ അവളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഹരിശങ്കറിൻ്റെ പ്രണയരാഗങ്ങൾ എന്ന പുതിയ നോവൽ. അവൾ അമ്പരപ്പോടെ പുസ്തകത്തിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. അമീതുവായി കൊണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യിപ്പിച്ച് വാങ്ങിയതാ. 2 ദിവസം മുമ്പ് കിട്ടി. എനിക്കറിയാം ഈ എഴുത്തുകാരൻ്റെ കഥകൾ നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. താങ്ക്സ് മുന്ന. ഫിദ അവനോട് ചേർന്നിരുന്നു. പണ്ട് അവൾക്കൊരു സ്വർണ്ണക്കുലസുണ്ടായിരുന്നു. വീട്ടിലെ അവസ്ഥ പരിതാപകരമായപ്പോൾ വിറ്റ ആഭരണങ്ങളിൽ അത് ഉൾപ്പെട്ടു. ഇവിടെ ജോലിക്ക് വന്ന ശേഷം ഒന്ന് വാങ്ങണമെന്ന് കരുതിയെങ്കിലും പറ്റിയില്ല. അതുപോലെ ഹരിശങ്കറിൻ്റെ പുതിയ നോവൽ ഇറങ്ങിയത് ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അത് സ്വന്തമാക്കണമെന്ന ആഗ്രഹമാണ് മോസം സാധിച്ചതെന്ന്. സന്തോഷം കൊണ്ട് അവിടെ കണ്ണു നിറഞ്ഞു. വായിച്ചിട്ട് എനിക്ക് കഥ പറഞ്ഞു തരണം. തീർച്ചയായും. അവൾ താൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ അവന് നൽകി. അവൻ്റെ കാപ്പിപ്പൊടി കണ്ണുകൾ വിടർന്നു. ഫിദ തൻ്റെ വാച്ച് അവൻ്റെ ഇടങ്കയിൽ കെട്ടിക്കൊടുത്തു. ഇഷ്ടായോ? അവൻ മറുപടിയായി അവളുടെ നെറ്റിയിൽ അധരങ്ങൾ അമർത്തി. പിന്നെ കണ്ണുകളിൽ, മൂക്കിൻ തുമ്പിൽ, കവിളുകളിൽ, ചെവിയിൽ, കീഴ്ത്താടിയിൽ. ഒടുവിൽ കുങ്കുമവർണ്ണമാർന്ന അവളുടെ ചുണ്ടിൽ ഷോക്കേറ്റതുപോലെ ഫിദ പിടഞ്ഞു. പ്രണയത്തിൻ്റെ മധുരം ഇരുവരും നുകരുകയായിരുന്നു. മോസം അവളെ ബെഡിലേക്ക് ചായ്ച്ച് കിടത്തി. പിന്നെ കഴുത്തിൽ ഉമ്മ വെച്ചു. സകല നാഡീ ഞരമ്പുകളിലൂടെയും രക്തം കുതിച്ചൊഴുകുകയാണ്. അവിടെ മാറിൽ തലവശം കിടന്നു. ഫിദ ആ നീളൻ തലമുടിയിൽ വിരലോടിച്ചു. മേരി ജാൻ, നിന്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിയിട്ടുണ്ട്. അറിയാം. തൽക്കാലം നിന്നെ ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ല. ഇനിയും സമയമുണ്ടല്ലോ. ഞാനൊരാഗ്രഹം പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ തന്നെ കിടന്ന് കുറച്ചേരം ഉറങ്ങിക്കോട്ടെ. ബുദ്ധിമുട്ടാവോ? ഫിദ അവൻ്റെ ഇരുകവളിലും മാറി മാറി ഉമ്മ വെച്ചു. നീ ഉറങ്ങിക്കോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. തൻ്റെ മാറിൽ മുഖം ചേർത്തുറങ്ങുന്നത് ഒരു കൊച്ചു കുഞ്ഞാണെന്ന് ഫിദക്ക് തോന്നി. ഇപ്പോൾ അവന് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ കാമത്തേക്കാൾ അവന് തന്നോട് പ്രണയവും വാത്സല്യവുമാണ്. അവൾ മെല്ലെ അവൻ്റെ മുതുകിൽ തലോടിക്കൊണ്ടിരുന്നു. രാത്രി 7 മണിയോടെ അങ്ങോട്ട് പോയ അതേ ടാക്സിയിൽ ഫിദയെ മോസം തിരിച്ചെത്തിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അവൾക്കത്. മോസമിൻ്റെ ഉറക്കം കഴിഞ്ഞ് ആദ്യത്തെ റൂമിലേക്ക് പോയപ്പോൾ ഷാഹിദും അയാസ് അൻവറും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വസ്ത്രങ്ങൾ, ലേഡീസ് ബാഗ്, പലഹാരങ്ങൾ എല്ലാം അവർ വാങ്ങി വന്നത് അവൾക്ക് കൊടുത്തു. വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അവർ സമ്മതിച്ചില്ല. ദീദി ആദ്യമായിട്ട് വന്നല്ലേ, ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷമാണ്. ഷാഹിദ് കവറുകൾ അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. സ്നേഹം കൊണ്ട് അതിർത്തികൾ ഭേദിക്കുന്ന കുറച്ച് മനുഷ്യർ. ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നല്ലാതെ ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കാറില്ല ജാൻ. കളിയിലും എനിക്ക് പണ്ട് ഗാംഗുലിയെയും ഇപ്പോൾ ധോണിയെയും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ മനസ്സിൽ വിഷമുള്ളവർ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ, അതുപോലെ ഇവിടെയും ഉണ്ട്.
ഒരിക്കൽ മോസം പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സഹോദരന്മാരെ വിട്ടുപോകുന്ന പോലൊരു നൊമ്പരമാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. ജാൻ, ഇതൊക്കെ എടുത്ത് എനിക്ക് തനിച്ചു പോകാൻ കഴിയുമോ? മോസമിന്റെ ചോദ്യം കേട്ട് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നു. കാർ അവൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് മുന്നിലാണ്. യെസ്, ഞാൻ പോയിക്കോളാം. മായ സിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും എഴുതിയാ, അല്ലെങ്കിൽ ഞാൻ സഹായിച്ചേനെ. ഏയ് വേണ്ട, അധികം വെയിറ്റ് ഒന്നുമില്ലല്ലോ. അവൾ പുറത്തിറങ്ങി കവറുകൾ ഇടം കൈയിൽ തൂക്കി, പിന്നെ വലത് കൈ കാറിനകത്തേക്ക് നീട്ടി. മോസം ആ കയ്യിൽ ചുംബിച്ചു. സൂക്ഷിച്ചു പോകാൻ മുന്നേ അവിടെ എത്തിയിട്ട് വിളിക്കണം. അതുപോലെ രാത്രി ഫുഡ് കഴിക്കണം കേട്ടോ. ഞാൻ കുറച്ച് വഴിയെ റൂമിൽ പോകും. മാമു വന്നിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കും. നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത് കുറേ ബാക്കിയാണ്. അവൾ തലയാട്ടി. ജാൻ, താങ്ക്സ് എൻ്റെ കൂടെ വന്നതിന്. അവൾ പുഞ്ചിരിച്ചു. ടാക്സി ദൂരേക്ക് മറഞ്ഞപ്പോൾ അവൾക്ക് ഹൃദയത്തിൽ ഒരു നോവ് പടർന്നു. എന്തായാലും രാത്രി അവൻ വിളിക്കല്ലോ. അങ്ങനെ സ്വയം സമാധാനിച്ചുകൊണ്ട് അവൾ ലിഫ്റ്റിലേക്ക് നടന്നു. 2ാം നിലയിലെത്തി ഡോർ തുറന്നപ്പോൾ മായ ലിവിംഗ് ഏരിയയിൽ താടിക്ക് കൈ കൊടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഫിദ കവറുകൾ അവിടെ വെച്ച് അവൾക്കരികിലിരുന്നു. ചേച്ചി വല്ലതും കഴിച്ചോ? മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? മായ മിണ്ടിയില്ല. എന്നോട് ദേഷ്യമാണോ? എന്നാ കേട്ടോ, ചേച്ചി പേടിച്ചവരൊന്നും സംഭവിച്ചില്ല. എത്ര നല്ല ആളുകൾ അവരൊക്കെയെന്നറിയോ? എനിക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇത് കണ്ടോ, മോശം വാങ്ങിയതാ. അവൾ കാലുയർത്തി പാദസരം കാട്ടി. മായ എല്ലാം നോക്കിയെങ്കിലൊന്നും മിണ്ടിയില്ല. എന്നെ വിശ്വാസമല്ല അല്ലേ? അങ്ങനെ എന്തെങ്കിലും നടന്നെങ്കിൽ തന്നെ ഞാൻ പറയാണ്ടിരിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ ചേച്ചി? ഫിദ മോളെ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. മായയുടെ ശബ്ദം പതിഞ്ഞിരുന്നു. അശുഭകരമായ എന്തോ എന്ന് അവൾക്ക് പറയാനുണ്ടെന്ന് ഫിദക്ക് മനസ്സിലായി. ക്രമാതീതമായി ഉയർന്ന നെഞ്ചിരിപ്പോടെ ഫിദ മായയെ നോക്കി. ഫിദക്ക് തല പെരിക്കുന്ന പോലെ തോന്നി. തികച്ചും അപ്രതീക്ഷിതമായതാണ് സംഭവിച്ചിരിക്കുന്നത്. കുറച്ചു മുമ്പ് നൂറാമേട എന്നെ വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഫോൺ സൈലന്റ് ആയിരുന്നു ചേച്ചി. എന്നാലും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഫിദ സങ്കടത്തോടെ ചോദിച്ചു. പണിഷ്മെന്റ് ഒന്നുമല്ല മോളെ. ഫർവാനിയിലെ നമ്മുടെ സ്കൂളിലെ റിസപ്ഷൻ സ്റ്റാഫിലെ ഒരാൾ എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോയി. ആ കുട്ടി തിരിച്ചു വരുന്നതിന് മാത്രമാണ് നീ അവിടെ വർക്ക് ചെയ്യേണ്ടത്. 2 മാസം. അത് കഴിഞ്ഞ് എവിടേക്ക് തിരിച്ചു വരാമല്ലോ. ഇവിടെ മറിയുണ്ട്, ജോനയുണ്ട്, പിന്നെന്തിനാ എന്നെ? അത് ഞാൻ മാഡത്തിനോട് ചോദിച്ചു. ഇവിടെ അറബി സംസാരിക്കുന്ന ഒരാളെന്തായാലും വേണം. അതുകൊണ്ട് മറിയ രക്ഷപ്പെട്ടു. പിന്നെ ജോനാലി ആളൊരു മടിച്ചാണെന്നാണ് മാഡം പറഞ്ഞത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നീ വിഷമിക്കണ്ട, ഒരു 60 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിൻ്റെ വണ്ടിയിൽ പോവാം. തിരിച്ചായി തന്നെ വരികയും ചെയ്യാം. 2 മാസം തന്നെ പ്രിയപ്പെട്ടവനെ കാണാതെ കഴിയണമെന്ന് ഓർത്തപ്പോൾ ഫിദയുടെ നെഞ്ച് പിടഞ്ഞു. അവൾ എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ മുറിയിൽ ചെന്ന് ബെഡിലേക്ക് വീണു. കുറച്ചു നേരം ശബ്ദമില്ലാതെ കരഞ്ഞപ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നി. അവൾ മൊബൈൽ എടുത്ത് നോക്കി. ഓപ്പറേഷൻ മാനേജർ നൂറ ക്ലീനിങ് സ്റ്റാഫിൻ്റെ വണ്ടി വരുന്ന സമയവും അതിൻ്റെ ഡ്രൈവറുടെ നമ്പരും അയച്ചിട്ടുണ്ട്. അവൾ മോസമിനെ വിളിച്ചു. ജാൻ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോഴാ മറിയനോട് കാര്യം പറഞ്ഞ്. ഞാൻ എന്ത് ചെയ്യും മുന്നേ? എനിക്കെന്നെ കാണാണ്ടിരിക്കാൻ വയ്യ. ഇതാ റഷീദിൻ്റെ പണിയാ. ജോനെ വിടാനാ നൂറമേട ആദ്യം തീരുമാനിച്ച്. അവൾ ഏസിയാണെന്ന് അവൾ വിട്ട എന്നും കംപ്ലൈൻ്റ് ആയിരിക്കുന്നൊക്കെ അവൻ പറഞ്ഞോണ്ടാ മാഡം നിന്നെ ചൂസ് ചെയ്ത്. ഫിദക്ക് കാര്യം മനസ്സിലായി. കുറച്ച് നാൾ മുമ്പ് റംഷീദ് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. അത് നിരസിച്ചതിൻ്റെ പ്രതികാരം. താനും മോസമും തമ്മിലുള്ള ബന്ധം ജോനാലിന് അവനോട് പറഞ്ഞിട്ടുണ്ടാകും. തങ്ങളെ പിരിക്കുക എന്ന അവൻ്റെ ഉദ്ദേശം വിജയിച്ചു. മുന്ന 2 മാസമൊക്കെ നിന്നെ കാണാതെ എങ്ങനെയാടാ ഞാൻ? മേരി ജാൻ, ആര് പറഞ്ഞ് കാണില്ലെന്ന്? ആ വണ്ടി ആദ്യം ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിനെ ഇറക്കിയിട്ടാണ് ഫർവാനിയിലേക്ക് പോകുന്നത്. വൈകിട്ടും ഇവിടെ വരും. നമുക്ക് എന്നും കാണാം. ലീവ് കിട്ടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് പോയതുപോലെ പോവുകയും ചെയ്യാം. പിന്നെ ഇത് കുറച്ച് നാളത്തേക്കല്ലേ. 1 വർഷത്തിനുള്ളിൽ നമ്മുടെ വിവാഹം നടക്കും. അതിനുശേഷം ദുബായിലേക്ക് പോവാം. എനിക്ക് നിനക്ക് അവിടെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. അകന്നിരുന്ന നമ്മുടെ സ്നേഹം കൂടുകയുള്ളെന്ന് റംഷീദിനെ കാണിച്ചു കൊടുക്കണം. അവൾ കലങ്ങിയ മനസ്സുമായി കേട്ടിരിക്കുകയാണ്. ജാൻ, എനിക്ക് വിഷമില്ലെന്നാണ് നീ കരുതുന്നത്. നിന്നെ കെട്ടിപ്പിടിക്കാതെ കിസ് ചെയ്യാതെ ഒരു ദിവസം ആരംഭിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. പക്ഷേ സഹിച്ചേ പറ്റൂ. നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം നാട്ടിലില്ലേ? അതുപോലെ എനിക്കുണ്ട്. അവരെക്കുറിച്ച് ചിന്തിക്കണം. ഈ ജോലി നമുക്ക് അത്യാവശ്യമാണ്. ഫിദ മനസ്സിലായ മട്ടിൽ മൂളി. എങ്കിൽ നീ ഉറങ്ങിക്കോ, രാവിലെ എഴുന്നേൽക്കേണ്ടല്ലേ. മുന്ന, ഐ ലവ് യു. എന്നെ ഉപേക്ഷിക്കല്ലേ. നിന്നെ ഉപേക്ഷിക്കണമെങ്കിലേ ഞാൻ മരിക്കണം. സമാധാനമായിട്ട് ഉറങ്ങുക. ഞാൻ കൂടെയുണ്ട് എന്നും. ലൈൻ കട്ടായി. അവൾക്ക് ഉറക്കെ അലറി വിളിക്കാനും കൈ കൊഴിയുന്നവരെ റംഷീദിൻ്റെ മുഖത്തടിക്കാനും തോന്നി. എന്തൊരു ദുഷ്ടനാണ് അയാൾ. സാരമില്ല, അവസരം കിട്ടും. അന്ന് അയാൾ അറിയും ഫിദ അബ്ദുൽ ജലീൽ ആരാണെന്ന്. ഉറങ്ങാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വന്നപ്പോൾ അവൾ വീണ്ടും മൊബൈൽ എടുത്തു. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. അവൾ ഓപ്പൺ ചെയ്ത് നോക്കി. എഴുത്തുകാരൻ ഹരിശങ്കറിൻ്റെ വോയിസ് മെസ്സേജ്. അന്ന് അയാളുടെ ഒരു കഥ വായിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടൊരു മെസ്സേജ് അവൾ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൻ്റെ പ്രണയകഥ എഴുതുമോ എന്നും ചോദിച്ചു. അതിൻ്റെ മറുപടിയായിരിക്കും. ഫിദ ആകാംക്ഷയോടെ അത് ഓപ്പൺ ചെയ്തു. ഹലോ ഫിദ, സുഖാണെന്ന് കരുതുന്നു. വായിച്ച അഭിപ്രായങ്ങൾ അറിയിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കഥയുടെ കാര്യം, താൻ പറഞ്ഞ തീം എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറൊരു രാജ്യക്കാരനെ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ കഥ കൊള്ളാം. പക്ഷേ ഇത് തൻ്റെ ജീവിതമാണെന്നല്ലേ പറഞ്ഞത്?
ക്ഷമിക്കണം, ഞാൻ എഴുതില്ല. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇതുപോലെ ചിലരുടെ ജീവിതം ഞാൻ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥകൾ. അതിൻ്റെ അവസാനം എൻ്റെ ഭാവനയുള്ള ചിലത് ഞാൻ ചേർക്കും. തികച്ചും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അതൊക്കെ അറം പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ യാദൃശ്ചികമാവും, അല്ലെങ്കിൽ സമയദോഷമാവും. അതിനുശേഷം മറ്റൊരാളുടെ കഥ ഞാൻ എഴുതാറില്ല. ഇനി അഥവാ എഴുതിയാൽ തന്നെ അത് നടന്നു കഴിഞ്ഞതാവും. എന്ന് വെച്ചാൽ ഭൂതകാലം. ഫിദ പ്രണയിക്കൂ, ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കൂ. എന്തെങ്കിലും നമുക്ക് തൻ്റെ കഥ എഴുതാം. അന്ന് ഞാൻ ജീവനോടുണ്ടെങ്കിൽ മാത്രം. ഇതായിരുന്നു ആ വോയിസ് മെസ്സേജ്. ഒരു കഥ എഴുതാൻ പറഞ്ഞാണ് ഇത്രയും വലിയ ഡയലോഗ്. ഇങ്ങേർക്ക് മെസ്സേജ് അയച്ച താനൊരു വിട്ടി. തൻ്റെ പ്രണയകഥ ഇയാളെ കൊണ്ട് എഴുതിച്ച് അത് മോസമിന് ഹിന്ദിയിൽ തർജ്ജമ ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്ന കൊതി കൊണ്ടാ ചോദിച്ച്. മതി, ഇനി ആൾ എഴുതണ്ട. അവൾ മൊബൈലിൽ അലാറം സെറ്റ് ചെയ്ത ശേഷം കണ്ണുകൾ ഇറുകി അടച്ച്. പുതിയ ജോലി സ്ഥലവുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് തീരെ കഴിഞ്ഞില്ല. ചെറിയൊരു സ്കൂളായിരുന്നത്. പിന്നെ കർണാടകയിൽ നിന്നുള്ള ഷർമിള എന്നൊരു പെൺകുട്ടിയും മാത്രം. സെക്യൂരിറ്റി ഈജിപ്തുകാരൻ. രാവിലെ മിനി ബസ് നേരെ പോകുന്നത് ജാബ്രിയയിലെ സ്കൂളിലേക്കാണ്. ബസ് വരുന്ന സമയമാകുമ്പോൾ മോസം പാർക്കിംഗ് ഏരിയയിൽ വന്ന് നിൽക്കും. കണ്ണുകളാൽ രണ്ടുപേരും 1000 കാര്യങ്ങൾ പറയും. വൈകിട്ട് അതുപോലെ തന്നെ ബ്രേക്ക് ടൈമിൽ വീഡിയോ കോൾ ചെയ്യും. തിരിച്ച് റൂമിലെത്തിയാലും പുലരുവോളം സംസാരിക്കും. അടുത്തുണ്ടായിരുന്നതിനേക്കാൾ അകന്നു നിൽക്കുമ്പോഴാണ് പ്രണയം ദൃഢമാവുന്നതെന്ന് രണ്ടുപേരും മനസ്സിലാക്കുകയായിരുന്നു. അവരുടെ ബന്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ മായ പിന്നെ ഒരിക്കലും അവളെ നിരുത്സാഹപ്പെടുത്തിയില്ല. എന്തൊക്കെ വന്നാലും മോസമോ ഫിദ ഒരുമിച്ച് ജീവിക്കുമെന്ന് അവൾക്ക് ഉറപ്പായി. അവധി ദിവസങ്ങളിൽ ഫിദ അവൻ്റെ കൂടെ പുറത്തു പോകുന്ന മായ കണ്ടില്ലെന്ന് നടിച്ച്. പക്ഷേ അപ്പോഴൊരു പ്രശ്നം ബാക്കിയാണ്. എങ്ങനെ കുടുംബക്കാരെ കൊണ്ട് സമ്മതിപ്പിക്കും? അതിനൊരു ഉത്തരം ആർക്കും കിട്ടിയില്ല. വലീസാറിന്റെ മകൾക്ക് ഇനി സ്കൂളുകളുടെ ചുമതല അറിഞ്ഞോ ജാൻ? ഒരു ദിവസം മോസം ചോദിച്ചു. അവൻ്റെ കൂട്ടുകാരുടെ ഫ്ലാറ്റിലിരിക്കുന്ന രണ്ടുപേരും. പാകിസ്ഥാനി ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണി അവൾ പ്ലേറ്റ് വിളമ്പി അവൻ്റെ മുമ്പിൽ വെച്ച്. ചേച്ചി പറഞ്ഞിരുന്നു സാറിന് സുഖമില്ലാത്തതുകൊണ്ടല്ലേ. ആളെങ്ങനെയാ? മോസം ബിരിയാണി അവിടെ വായിൽ വെച്ച് കൊടുത്തു. ഷെയ്ഖ് ബിന്ദു വലിയത് നീ കണ്ടിട്ടില്ലല്ലോ, സുന്ദരിയാ. പക്ഷേ വലീസാറിനെ പോലെ പാവുന്നല്ല. എ റിയൽ ബിസിനസ് വുമൺ. ആരുടെ ഒരു സെന്റിമെന്റ്സും ഇല്ല, ആരുടെയും അഭിപ്രായം കേൾക്കുകയില്ല. 24 വയസ്സേ ഉള്ളൂ, പക്ഷെ 50ന്റെ മെച്യൂരിറ്റിയാ. നമുക്ക് പ്രശ്നമാവോ? ഇല്ല, ഗുണം ചെയ്യും. എങ്ങനെ? ഫിദ മനസ്സിലാവാത്ത മട്ടിൽ അവനെ നോക്കി. റംഷീദിന് ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. അവനെല്ലാത്തിലും അനാവശ്യമായിട്ട് ഇടപെടുന്ന ഒരു പരാതി ഇപ്പൊ തന്നെ മാഡത്തിന് കിട്ടിയിട്ടുണ്ടെന്നാ ഞാൻ അറിഞ്ഞ്. വലീസാറിന്റെ മാനേജറുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണല്ലോ അവൻ ഇത്രയും നാൾ കളിച്ച്. ഇനി അതുണ്ടാവില്ല. നിന്നെ ഫർവാനികൾ തന്നെ സ്ഥിരമാക്കാൻ അവൻ പ്ലാൻ ഇട്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റം ആരോപിച്ച് എന്നെയും പുറത്താക്കും. ഇനി അതൊന്നും നടക്കില്ല. ഒരു ദിവസം അവൻ എൻ്റെ കൈ കിട്ടും മുന്നേ, അന്ന് അവൻ്റെ അവസാന. മോസൻ ചിരിച്ചു. നമുക്കാരോടും പ്രതികാരമൊന്നും ചെയ്യണ്ട, അതൊക്കെ അള്ളാഹു നോക്കിക്കോളൂ. മാമുത്തിയിട്ട് വിളിച്ചോ? അവൻ്റെ അമ്മാവൻ റഹ്മത്തുള്ള അതിൻ്റെ തലേ ദിവസമാണ് ലീവിന് നാട്ടിലേക്ക് പോയത്. രാവിലെ വിളിച്ചിരുന്നു, ഇന്ന് അമ്മയോട് നമ്മുടെ കാര്യം അവതരിപ്പിക്കും. എൻ്റെ വീട്ടിലാകെ പ്രശ്നമായിരിക്കുക. അതെന്താ? മായിച്ച് നിർബന്ധിച്ചിട്ട് പ്രജിയായിട്ട് ഉമ്മയോടും വാപ്പയോടും നമ്മുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച്. എന്നിട്ട് വീട് മാത്രമല്ല കുടുംബക്കാർ മൊത്തം ഇളകിയിരിക്കുക. ഉമ്മ പലതവണ ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് എന്താ കാര്യം? ഒഴിഞ്ഞു മാറുന്നല്ല മുന്നേ, ആ ദേഷ്യവും തണുക്കട്ടെ. ഇപ്പം ഞാൻ വിശദീകരിക്കാൻ പോയാൽ അവരൊന്നും കേൾക്കില്ല. അവൾ കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ എഴുന്നേറ്റ് കൈ കഴുകി. ഷാഹിദ് അയാസ് അൻവർ എവിടെ പോയി? ഷാഹിദ് അയാസും ഡ്യൂട്ടിയില്ല. അൻവർ ജഹ്റ വരെ പോയതാ. അവൻ്റെ ഫ്രണ്ടിന് എന്തോ പ്രോബ്ലം, പോലീസ് പിടിച്ചെന്ന് പറഞ്ഞു. അത് അന്വേഷിക്കാൻ. പാവം, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ? ഇന്ന് ഓഫാണെന്ന് അതൊന്ന്. അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസക്കാർ തിരിച്ചു വന്നോ? ആ വന്നു. അവൻ എഴുന്നേറ്റ് കൈ കഴുകി. പുറത്തെവിടെയെങ്കിലും പോകുന്നു? വേണ്ട, നിന്റെ കൂടെ ഇരുന്നാൽ മതി. മോസം അവളെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് നടന്നു. അവളെ ബെഡിലിരുത്തിയ ശേഷം കബോർഡ് തുറന്നൊരു ചെറിയ പെട്ടിയെടുത്ത് അടുത്തു വന്നിരുന്നു. പല വർണ്ണങ്ങളിലുള്ള നെയിൽ പോളിഷായിരുന്നു അതിൽ. പിങ്ക് കളർ തിരഞ്ഞെടുത്ത ശേഷം അവൻ ഫിദയുടെ കൈപ്പത്തി നിവർത്തി വെച്ച് ഓരോ നഖങ്ങളിലുമായി നെയിൽ പോളിഷ് ഇട്ടു തുടങ്ങി. ദുബായിലെ ജോലി മിക്കവാറും ശരിയാവും. അതിനുശേഷം നമ്മൾ ഒരിക്കലും അകന്നിരിക്കേണ്ടി വരില്ല. മറുപടി കിട്ടാതായപ്പോൾ അവൻ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എന്തുപറ്റി? പണ്ട് വാപ്പ ലീവിന് നാട്ടിൽ വരുമ്പോൾ കുറേ നെയിൽ പോളിഷ് കൊണ്ടുവരും. ഉമ്മാക്കി ഒന്നും ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല, കുറേ വഴക്കുണ്ടാക്കും. പക്ഷേ വാപ്പ എന്നെയും കൊണ്ട് എവിടെയെങ്കിലും പോയിരുന്ന് ഇതുപോലെ ഇട്ട് തരും. അത് ഓർത്തുപോയി ഞാൻ. മോസൻ നെയിൽ പോളിഷ് അടച്ചു വെച്ച് അവളോട് ചേർന്നിരുന്നു. പിന്നെ നെറ്റിയിലൊരു മുത്തം സമ്മാനിച്ചു. വാപ്പയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? എന്നെ വെറുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ജാൻ, ഇതൊന്നും വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഫിദ എഴുന്നേറ്റു. ഞാൻ പോവാ. എന്തുപറ്റി? ഒന്നുമില്ല, പോയേക്കാം. നിനക്ക് വഴിയറിയോ? ടാക്സി കയറി സാൽമിയ ഫയർ സ്റ്റേഷൻ അടുത്തെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവിട്ടോളൂ. കാര്യം എന്താണെന്ന് പറയൂ ജാൻ. അവൾ നടക്കാൻ തോന്നിയവ മോസം കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു. അപ്രതീക്ഷിതമായതിനാൽ നിലതെറ്റി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവിടുന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വിട്ടില്ല. രണ്ടുപേരും ബെഡിൽ കിടന്ന് മൽപ്പിടുത്ത് ആരംഭിച്ചു. എന്നെ വിട്. ഇല്ല, ഞാൻ ബഹളം വയ്ക്കും. അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്.
മോസം അവൻ്റെ ഇരു കൈകളാലും അവളുടെ മുഖം കോരിയെടുത്തു. പിന്നെ ആ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. ഫിദ അവനെ തള്ളി മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഏറെ നേരത്തിന് ശേഷം അവളുടെ അധരങ്ങളെ അവൻ മോചിപ്പിച്ചു. എന്തിനാ നീ ദേഷ്യപ്പെട്ട്? ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? അതെ. സോറി, നിന്റെ സങ്കടങ്ങൾ ഞാൻ കാരണമില്ലെന്ന് കരുതിയിട്ടാ. അവൻ ഗൗരവം നടിച്ച് കിടന്നു. ഒന്ന് ചിരിക്ക്. ഇല്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മോസം ഫിദയുടെ ഷർട്ട് കുറച്ച് ഉയർത്തി വെച്ച് വയറിൽ ഇക്കിളിയിട്ട് തുടങ്ങി. ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൾ തടയാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കുസൃതിയോട് അവൻ വിരലുകൾ ചലിപ്പിച്ചു. മുന്ന പ്ലീസ് നിർത്ത്. അവൻ കേട്ട ഭാവം നടിച്ചില്ല. ചിരിച്ചിരിച്ച് അവൾക്ക് ശ്വാസം മുട്ടി തുടങ്ങി. ഒടുവിൽ അവൾ പരാജയം സമ്മതിച്ചു. മോസം ഇക്കിളിയിടൽ നിർത്തി. പിന്നെ അവിടെ വയറിൽ ചുണ്ടുകൾ അമർത്തി. ഫിദയൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. ചുണ്ടുകളുടെ ഇളം ചൂട് വയറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുകയാണ്. അവൾക്ക് അടിമുടി കോരിത്തരിച്ച്. മുമ്പ് പലതവണ ഉമ്മ വെച്ചിട്ടുണ്ട്, കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത എന്തോ ഒരു വികാരം മനസ്സിനെയും ശരീരത്തിനെയും കീഴ്പ്പെടുത്തുകയാണ്. മോസം കുറച്ചുകൂടി മുകളിലേക്ക് കയറി കിടന്നു. തൻ്റെ മുഖം അവളുടെ കഴുത്തിൽ വെച്ച് അവൻ്റെ ഗന്ധം തന്നെ മത്ത് പിടിപ്പിക്കുന്നതായി അവൾക്ക് തോന്നി. ഇതെന്തിനുള്ള തുടക്കമാണെന്ന് അറിഞ്ഞിട്ടും അവൾ എതിർത്തില്ല. മേരി ജാൻ. സ്നേഹത്തോടെയുള്ള വിളി. പറയൂ മുന്ന. ഇന്ന് നീ എൻ്റെ കൂടെ വേണം. ഉണ്ടാവും, പ്രോമിസ്. മോസം അവളുടെ കാതിൽ മൃദുവായി കടിച്ചു. ഷർട്ടിൻ്റെ ബട്ടൺസുകൾ അഴിയുന്നതും അവൻ്റെ ചുണ്ടുകൾ മാറിടത്തിൽ പതിയുന്നതും അറിഞ്ഞതോടെ ഫിദ കണ്ണുകൾ അടച്ചു. ആ ശരീരം അവന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. അവളുടെ തല മുതൽ കാൽപാദങ്ങൾ വരെ അവൻ പ്രണയമുദ്രകൾ പതിപ്പിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ പ്രണയവും കാമവും അലയടിക്കുകയാണ്. ആ നിർവൃതിയുടെ പാരമ്യത്തിൽ സുഖമുള്ള നോവ് സമ്മാനിച്ച് മോസം അവളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി. തളർന്നു തൻ്റെ മേൽ കിടക്കുന്ന അവൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ ഫിദ അധരങ്ങളാൽ ഒപ്പിയെടുത്തു. എന്നോട് ദേഷ്യമുണ്ടോ ജാൻ? നേർത്ത ശബ്ദത്തിൽ മോസം ചോദിച്ചു. ഫിദ മിണ്ടാതെ ഇരു കൈകളും അവന് ചുറ്റും കുരുത്തു. പിന്നെ ആ കാപ്പിപ്പൊടി കണ്ണുകൾക്ക് മീതെ ഉമ്മ വെച്ച്. അതായിരുന്നു ഉത്തരം. ചെയ്തത് തെറ്റോ ശരിയോ എന്നൊന്നും അവൾ ആലോചിച്ചില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയായിരുന്നു. അവർക്ക് മാത്രം മനസ്സിലാവുന്ന ശരി. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ല. സുഹറ ഉറക്കെ അലറി. ഉമ്മ ഒന്ന് പതുക്കെ, ഫോൺ അടിച്ചു പോകും, എനിക്ക് ചെവി കുഴപ്പമൊന്നുമില്ല. ഫിദ കൂസലില്ലാതെ പറഞ്ഞു. മൊബൈൽ ലൗഡ് സ്പീക്കറിലിട്ട് സുഹറയോട് സംസാരിക്കുകയാണ് അവൾ. മായ തൊട്ടടുത്തുണ്ട്. എനിക്ക് പതുക്കെ പറയാൻ സൗകര്യമില്ല. നാണുണ്ടോടി നിനക്ക്? പണിയെടുക്കാൻ പോയാൽ അത് ചെയ്യണം. പ്രേമിക്കുന്നേ തെറ്റ്, അതൊരു പാകിസ്ഥാനി. ഇതിന് കൂട്ടു നിൽക്കണമെങ്കിലേ ഞാൻ ചാകണം. ഏതെങ്കിലും ഇബിലീസുകൾ ചെയ്യുന്ന കുറ്റത്തിന് നമ്മളെല്ലാവരും സംശയത്തോടെയും പേടിയോടും മറ്റുള്ളവർ നോക്കുന്ന കാലാ. ഇതും കൂടി ആയ പൂർത്തിയായി. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. മതി നിന്റെ അവിടുത്തെ ജോലി. മര്യാദക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നോ? പറ്റില്ല. ഞാൻ ആരെങ്കിലും നിൽക്കാമെന്നുണ്ടെങ്കിൽ അത് അവനെ ആയിരിക്കും. നീ ഗതി പിടിക്കലടി രാജ്യദ്രോഹി. രാജ്യദ്രോഹിയോ? ഈ ഞാനോ? ഫിദ അന്തം വിട്ട് മായയെ നോക്കി. അവൾ ചിരി കടിച്ചമർത്തിരിക്കുകയാണ്. കുറച്ച് വാശിയും ദേഷ്യക്കുള്ള ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരിയാണ് സുഹറ എന്ന് മായക്കറിയാം. ആരൊക്കെയോ ചെയ്യുന്ന ഹീനകൃത്യങ്ങൾക്ക് ഒരു സമുദായം മുഴുവൻ പഴി കേൾക്കേണ്ടി വരുന്നതിൽ ആശങ്കപ്പെടുന്ന ഒരു സാധാരണ വീട്ടമ്മ. അവരെ സംബന്ധിച്ച് പാകിസ്ഥാനി എന്നാൽ ഇന്ത്യയെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരാൾ മാത്രമാണ്. ഉമ്മ ആദ്യം സമാധാനമായിട്ടൊന്ന് കേൾക്ക്. എനിക്കിഷ്ടമുള്ള ആളോടൊപ്പമല്ലേ ഞാൻ ജീവിക്കേണ്ടത്. അങ്ങനെ നിന്റെ ഇഷ്ടം മാത്രം നോക്കാൻ പറ്റില്ല. ഈ പൊട്ടിമുളച്ചൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലതെന്ന് തോന്നുന്ന ഒരുത്തനെ കണ്ടെത്തി നിക്കാഹ് നടത്തും. അതേ നടക്കൂ. സൂര തീർത്തു പറഞ്ഞു. ഫിദ കോൾ കട്ട് ചെയ്ത് ജലീലിന്റെ ഫോണിലേക്ക് വിളിച്ചു. വാപ്പ എവിടെയാ? ഞാൻ പള്ളിയിൽ വന്നാ മോളെ. എന്നോട് വെറുപ്പാണോ വാപ്പാക്ക്? ഏയ്, ഒരിക്കലുമില്ല. ഒരാളെ സ്നേഹിക്കുന്നതും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ സാധാരണ കാര്യമല്ലേ. തീരെ കൊള്ളരുതാത്ത ഒരുത്തിന് എൻ്റെ മോൾ ഇഷ്ടപ്പെടില്ലെന്നും അറിയാം. ഒരു കാലത്ത് പ്രവാസിയായതിനാൽ പാകിസ്ഥാനികളെല്ലാവരും മോശമല്ല എന്ന തിരിച്ചറിവ് എനിക്കുള്ളൂ. പക്ഷേ നിന്റെ ഉമ്മയും കുടുംബക്കാരും അവരുടെയൊക്കെ എതിർപ്പ് എങ്ങനെ മറികടക്കാനാ മോളെ? എനിക്ക് വാപ്പയുടെ സമ്മതം മാത്രം മതി. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ ഉമ്മയുടെ ദേഷ്യം മാറിക്കോളും. കുടുംബക്കാരുടെ അഭിപ്രായം നോക്കേണ്ട കാര്യം എനിക്കില്ല. മോളെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവളായി. ആഗ്രഹിച്ച പോലെ പഠിക്കാനോ നല്ലൊരു ജോലിക്ക് പോകാനോ പറ്റിയില്ല. എന്നിട്ട് എന്നോട് നീ ഇതുവരെ ഒരു പരാതിയും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മോളുടെ ഈ ആഗ്രഹങ്ങളും നടക്കട്ടെ. സത്യമാണോ വാപ്പ ഈ പറയുന്നത്? ഫിദക്ക് സന്തോഷം അടക്കാനായില്ല. അതെ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. ഞാൻ കൂടെയുണ്ട്. അത് മതി വാപ്പ. എന്നാ മോള് വെച്ചോ, ഞാൻ നിസ്കരിക്കാൻ കയറാം. അസ്സലാമു അലൈക്കും. വാലിക്കും അസ്സലാം. അവൾ കോൾ കട്ട് ചെയ്ത് മായയെ നോക്കി. സന്തോഷമായിടി നിനക്ക്? പിന്നില്ലാതെ. പടച്ചോനെ, ഇപ്പോഴേ ശ്വാസം നേരെ വീണ്. അല്ല, ഇനി അഥവാ നിന്റെ വാപ്പ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഗർഭിണിയാണെന്ന് പറയും. അയ്യോ,
വേറെ വഴിയില്ലല്ലോ. കുറെ തെറികൾക്കേണ്ടി വരുമായിരിക്കും, എന്നാലും ഉദ്ദേശിച്ച് നടക്കും. എനിക്കൊരു സംശയമുണ്ട്, നീ ഗർഭിണിയാണോന്ന്. ഒന്ന് പോയേച്ചി. സത്യം പറയടി, ലീവിന് പോയ രണ്ടാളിങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കലാണോ അതോ? ചേച്ചിയോട് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. ഞങ്ങൾക്കിടയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നിട്ടുണ്ട് 3 തവണ. മായൊന്നും മിണ്ടിയില്ല. ഞാനൊരു വൃത്തിയിട്ട പെണ്ണാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? മായ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ കവിളിൽ തഴുകി. ഒരിക്കലുമില്ല, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പണ്ട് നിന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ച പേടിയുണ്ട്. പക്ഷേ എത്രമാത്രം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. പക്ഷേ സൂക്ഷിക്കണം, ഈ രാജ്യത്ത് ഇതൊക്കെ വലിയ തെറ്റാണ്. ആദ്യം കല്യാണം കഴിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക. മുന്നേയുടെ അമ്മയെ സമ്മതിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എല്ലാം ശരിയാവുന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞാനും പ്രാർത്ഥിക്കാം. പ്രജിയേട്ടൻ എപ്പോഴാണ് വരിക? അച്ഛൻ അസുഖങ്ങൾ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഹോട്ടലിലെ കാര്യങ്ങൾ കുഴയില്ലേ? അവിടെ ജോലി ചെയ്യുന്നവർ നോക്കിക്കോളും. ഇടയ്ക്ക് ഞാനും പോകാറുണ്ടല്ലോ. അതുപോട്ടെ, മോശം എന്താ നൈറ്റ് ഡ്യൂട്ടിക്ക് മാറിയത്? റമദാൻ മാസം തുടങ്ങില്ല ചേച്ചി. നോമ്പ് പിടിച്ചിട്ട് ഡ്യൂട്ടി എടുക്കണ്ടല്ലോ എന്ന് കരുതിയ. പെരുന്നാളിന് ശേഷം ഡേ ഷിഫ്റ്റിലേക്ക് മാറും. സ്കൂളിൽ രാത്രി അസുഖം. 2 തവണ പെട്രോളിങ് ചെയ്യണം. ബാക്കി സമയം പോസ്റ്റിലിരിക്കാം. ഉറങ്ങാൻ കഴിയില്ലെന്ന് ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. അവൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിന് നിനക്കാണല്ലോ ക്ഷീണം. ദേ കണ്ണിൻ്റെ താഴെ കറുപ്പ് വീണ്. ഉറങ്ങാതെ കുത്തിയിരുന്ന് ഫോൺ വിളിയാ രണ്ടും അല്ലേ? ഫിദ ചിരിച്ചു. എടി, അവന് പകലും ഉറങ്ങാൻ പറ്റും, നിനക്കോ? ഞാൻ ഉറങ്ങാറൊക്കെ ഉണ്ട്. ഓവ, വിശ്വസിച്ച് പോയി കിടക്ക്. ഞാൻ പ്രജിയേട്ടൊന്ന് വിളിക്കട്ടെ. മായ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. റമദാൻ നോമ്പിന്റെ 10ാം നാൾ. 4 ദിവസം മുമ്പാണ് പ്രജീഷിന്റെ അച്ഛൻ മരിച്ച വിവരം അറിഞ്ഞ് മായ എമർജൻസി ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയത്. പുലർച്ചെ നിസ്കാരം കഴിഞ്ഞുടൻ ഫിദ മോസമിനെ വീഡിയോ കോൾ ചെയ്തു. അവൻ സ്കൂളിലെ സെക്യൂരിറ്റി പോസ്റ്റിൽ ഇരിക്കുകയാണ്. എന്തു പറ്റിച്ചാ? മുഖക്ക് എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഞാനൊരു ദുസ്വപ്നം കണ്ടു, അതാവും. എന്താ കണ്ട്? കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല മുന്നേ. ആരും എന്നെ കൊല്ലാൻ വരുന്ന പോലെയൊക്കെ. സാരമില്ല, പോട്ടെ. വേറൊരു സ്വപ്നമല്ലേ. നിന്റെ ജോലി കഴിഞ്ഞോ? ഇനി ലാസ്റ്റ് പെട്രോളിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് റിപ്പോർട്ട് എഴുതി വെക്കുമ്പോഴേക്കും ഡേ ഷിഫ്റ്റിന് ആൾ വരും. റൂമിലെത്തിയ ഫോൺ നോക്കാതെ വേഗം ഉറങ്ങണം, കേട്ടല്ലോ? ഏത് ദിവസം ഓർമ്മിപ്പിക്കണ്ട. അമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങിക്കോളാം. ആ സമയത്ത് നീ ഡ്യൂട്ടിയിലായതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നല്ല കുട്ടി. ജാൻ, അമ്മയ്ക്ക് നിന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു മറുപടിയൊന്നും വന്നില്ല. എന്നെ ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഏയ്, അതൊന്നുമല്ല. മാമു പറഞ്ഞ അമ്മയുടെ ദേഷ്യമൊക്കെ മാറ്റിയെടുക്കാമെന്നാ. നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്ക്. എന്നാ വെച്ചോ, ഞാൻ ജോലി എടുക്കട്ടെ. ഇറങ്ങുമ്പോൾ മെസ്സേജ് ഇട്. ശരി മുന്നേ. അവൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ച ശേഷം എഴുന്നേറ്റു. ഡ്യൂട്ടി ടൈം മാറിയതിനാൽ കുറച്ച് നാളായി രണ്ടുപേരും നേരിൽ കാണാറില്ല. അവളുടെ വണ്ടി ജാബിയിൽ എത്തുമ്പോഴേക്കും മോശം പോയിട്ടുണ്ടാവും. വൈകിട്ടും അങ്ങനെ തന്നെ. വീഡിയോ കോളും മെസ്സേജുകളുമാണ് ആകെയുള്ള ആശ്വാസം. റമദാൻ മാസമായതിനാൽ അവർക്കതിൽ വലിയ സങ്കടവും തോന്നിയില്ല. നോമ്പ് കാരണം ഫിദക്ക് നല്ല തളർച്ച തോന്നി. കഴിഞ്ഞ നോമ്പിന് മായ ഉണ്ടായിരുന്നുകൊണ്ട് അവളുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം 4 ദിവസമായിട്ട് കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല. നോമ്പ് തുറക്ക് 2-3 ഈന്തപ്പഴം, 1 ഗ്ലാസ് വെള്ളം. മോശം വഴക്ക് പറയുന്നതിനാൽ രാത്രി കുറച്ച് ചോറുണ്ടാക്കും. വീഡിയോ കോളിൽ മുന്നിലിരുന്ന് കഴിച്ചാൽ മാത്രമേ അവന് സമാധാനമാവൂ. അരമണിക്കൂർ കൂടി അവിടെ നിന്ന് ശേഷം ഫിദ എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു. മനസ്സിന് എന്തോ അസ്വസ്ഥത. ചിലപ്പോൾ അനാവശ്യമായി ഓരോന്ന് ചിന്തിക്കുന്നുണ്ടാവാമെന്ന് സ്വയം സമാധാനിച്ചുകൊണ്ട് സിങ്കിലെ പാത്രങ്ങൾ കഴുകി. അത് അടുക്കി വെക്കാൻ ഒരു ചൂട് മുന്നോട്ട് വെച്ചപ്പോൾ നിലത്ത് വീണ കറിക്കത്തി ശ്രദ്ധിച്ചില്ല. കാലിൻ്റെ പെരുവിരൽ മുറിഞ്ഞു. അതോടെ പിടിവിട്ട പ്ലേറ്റും കപ്പും താഴെ വീണുടഞ്ഞു. നാശം! പിറുവിരുത്തുകൊണ്ട് അവൾ നൈറ്റിയുടെ തുമ്പ് കയറി വിരലിൽ കെട്ടി. പിന്നെ പ്ലേറ്റിൻ്റെയും കപ്പിൻ്റെയും അവശിഷ്ടങ്ങൾ വേസ്റ്റ് പിന്നിലിട്ടു. വിരൽ നിലത്തൂന്നാതെ റൂമിൽ ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് മരുന്നെടുത്ത് മുറിയിൽ വെച്ച് കോട്ടൺ കൊണ്ട് മുറുക്കി ഭദ്രമാക്കി. നല്ല വേദനയുണ്ട്. സിനിമയിലൊക്കെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഇതുപോലൊരു ദുർനിമിത്തങ്ങൾ കാണാറുണ്ട്. മിക്കവാറും ആരുടെയെങ്കിലും വഴക്ക് കേൾക്കും. സ്കൂളിലേക്കുള്ള യാത്രയിലും മനസ്സ് കലുഷിതമായിരുന്നു. പണ്ട് കുവൈറ്റിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഉണ്ടായ അതേപോലെ ഒരു ഭയം. എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. സ്കൂളിലെത്തി മോസമിന് മെസ്സേജ് അയച്ചു. ഉറങ്ങാൻ പോവുകയാണെന്ന് അവൻ്റെ മറുപടിയും വന്നു. അതിനുശേഷം അവൾ ജോലികളിൽ മുഴുകി. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തു. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ പ്രണയത്തിൻ്റെ വാർഷികമാണ്. കഴിഞ്ഞ വർഷം ഇതുപോലൊരു പെരുന്നാളിന് അവധി കഴിഞ്ഞ ദിവസമാണ് മോസം തന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞത്. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, അതും സർപ്രൈസായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്ത് ആശ്ചര്യവും സന്തോഷവും മനസ്സിൽ തെളിഞ്ഞതോടെ അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അന്ന് വൈകിട്ട് മോസമിൻ്റെ മെസ്സേജ് വന്നില്ല. സാധാരണ ഉണർന്നയുടൻ അവൻ മെസ്സേജ് ഇടുന്ന പതിവുണ്ട്. അതിനുശേഷം സ്കൂളിൽ ഡ്യൂട്ടി കയറി വീഡിയോ കോൾ വരും. ഇനി ഉറങ്ങിപ്പോയോ? അവൾ മെസ്സേജ് അയച്ച് നോക്കി. പിന്നെ വിളിച്ചു. സ്വിച്ച്ഡ് ഓഫ്. ചാർജ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. ഇടയ്ക്ക് 1-2 തവണ അങ്ങനെ സംഭവിച്ചുള്ളതുകൊണ്ട് അവൾ കാര്യമാക്കിയില്ല. പക്ഷേ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ട് അവൻ വിളിക്കാഞ്ഞതോടെ ഫിദക്ക് ആധിയായി. ഈ സമയം അവൻ ഡ്യൂട്ടി കയറേണ്ടതാണ്. അവൾ പലതവണ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. സ്കൂളിലെ ലാൻഡ് ലൈനിൽ ശ്രമിച്ചു, ഫലമുണ്ടായില്ല. അവൻ്റെ കൂട്ടുകാരുടെ നമ്പർ വാങ്ങി വെക്കാനുള്ള ബുദ്ധി തോന്നാത്തതിന് അവൾ സ്വയം പഴിച്ചു. അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. പലതവണ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും പ്രതികരണമില്ല. ഭ്രാന്തി പിടിക്കുന്ന പോലെ ഫിദക്ക് തോന്നി.
പിന്നെ ഇന്ത്യക്കാരി നിൽക്കായി അവന് വട്ടല്ലേ, കാര്യം കഴിഞ്ഞവൻ നിന്നെ ഒഴിവാക്കും, നോയിക്കോ. ഫാത്തിമ പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴങ്ങുന്നു. ഇല്ല, എൻ്റെ മോസ അങ്ങനെ ചെയ്യില്ല. അവന് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു. പുലർച്ചെ നിസ്കാരം കഴിഞ്ഞ് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. റബ്ബേ, അവൻ ആപത്തൊന്നും വരുത്തല്ലേ. അന്ന് സ്കൂളിലെ ഒരു ജോലിയിൽ അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ആരോട് അന്വേഷിക്കും? ഹമീദ് നാട്ടിലാണുള്ളത്. അയാളുടെ ഇവിടുത്തെ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മോസമിൻ്റെ അക്കോമഡേഷൻ ഷുവൈക്കിലാണെന്നറിയാം, പക്ഷേ ഏത് ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് അറിയില്ല. കാരണം അവൻ്റെ കൂട്ടുകാരുടെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഓരോ പ്രാവശ്യവും പല റോഡുകളാണ് ടാക്സി ഡ്രൈവർ ഉപയോഗിക്കാറുള്ളത്. അവനോട് സംസാരിച്ചിരിക്കുന്നതിനാൽ പുറത്തേക്ക് നോക്കാറുമില്ല. റൂമിൽ തിരിച്ചെത്തി അവൾ കുത്തിയിരുന്ന് ഫോണിലെ കോണ്ടാക്ട്സ് പരിശോധിച്ചു. ഇവിടെ വിശ്വസിക്കാൻ പറ്റിയ സുഹൃത്തുക്കളൊന്നുമില്ല. മറിയമ്മിനെ വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നല്ലാതെ എടുക്കുന്നില്ല. ജോനാലിൻ്റെ നമ്പർ അവളോടുള്ള ദേഷ്യം കൊണ്ട് ഡിലീറ്റ് ആക്കിയതുമാണ്. ഒടുവിൽ ഒരു പേരിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. മണി. എയർപോർട്ടിൽ തന്നെ സഹായിച്ച ഫിദ മണിയുടെ നമ്പർ കോളിങ്ങിലിട്ടു. ഹലോ മണിയേട്ട, ഇത് ഞാനാ ഫിദ. അന്ന് എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടില്ലേ? ആഹാ, മോളായിരുന്നോ? പരിചയമില്ലാത്ത നമ്പർ ഇട്ടപ്പോൾ ഞാനും ചിന്തിച്ചു ഇതാരാന്ന്. എനിക്ക് മണിയേട്ടൻ്റെ ഒരു ഹെൽപ്പ് വേണം. പറ്റില്ലെന്ന് പറയരുത് പ്ലീസ്. ഇപ്പോൾ സഹായിക്കാൻ ഇവിടെ എനിക്ക് വേറെ ആരുമില്ല. അതെന്ത് വർത്താനാ മോളെ? എന്ത് സഹായം വേണമെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ നമ്പരെന്ന്. മോള് കാര്യം പറ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഷുവൈക്കിലാണ് താമസിക്കുന്നത്. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇന്നലെ മുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. എന്നോട് അങ്ങനെ മിണ്ടാതിരിക്കാറില്ല. എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സ് പറയുന്നു. ഒന്ന് പോയി അന്വേഷിക്കൂ. അത് കൃത്യമായിട്ട് എനിക്കും അറിയില്ല. അവിടെ ലണ്ടൻ സൂപ്പർ മാർക്കറ്റില്ലേ, അതിന് കുറച്ച് മുന്നിലെ റൗണ്ടിൽ നിന്ന് വലത്തോട്ട് കുറേ ദൂരം പോയ ഒരു വലിയ ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലത്താണ്. കമ്പിവേലിയൊക്കെ കെട്ടിയിട്ട്. ആ, കണ്ടതായിട്ട് ഓർക്കുന്നു. ലേബർ ക്യാമ്പ് പോലെ എന്തോ അല്ലേ? അത് തന്നെ. അവൻ്റെ ഒരു മോസം മുഹമ്മദ് സിദ്ദീഖി, പാകിസ്ഥാനിയാണ്. അവിടുത്തെ സെക്യൂരിറ്റിയോട് പോയിട്ട് അന്വേഷിച്ചാൽ മതി. ശരി മോളെ, നോമ്പൂറ് കഴിഞ്ഞ് ഞാൻ എൻ്റെ സാറിനോട് പെർമിഷൻ വാങ്ങിയിട്ട് പോയിക്കോളാം. താങ്ക്സ് മണിയേട്ടാ, ഞാനിവിടെ കാത്തിരിക്കും. ഉറപ്പായും പോവാം. അവൾ പിന്നെയും മോസമിൻ്റെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. സ്വിച്ച് ഓഫ് തന്നെ. ഒരു ഈത്തപ്പഴത്തിൽ ഉരർക്ക് വെള്ളത്തിൽ നോമ്പുറന്ന് അവൾ മണിയുടെ വിളിക്ക് വേണ്ടി നിമിഷങ്ങൾ എണ്ണി കാത്തിരുന്നു. BP ഒരുപാട് കൂടുന്നു എന്നതിൻ്റെ ലക്ഷണമായി മൂക്കിൽ നിന്ന് രക്തം പതിയെ ഒലിച്ചിറങ്ങി. അവളൊന്നും കാര്യമാക്കിയില്ല. മനസ്സിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് അവൾ ഫോണിൽ ഉറ്റുനോക്കി. മണി കോളിംഗ് എന്ന് വന്നതിൻ്റെ അടുത്ത സെക്കൻഡ് അവൾ അറ്റൻഡ് ചെയ്തു. ഹലോ മണിയേട്ടാ, അവനെ കണ്ടോ? മോളെ, ആരാ ഇവിടെ താമസിക്കുന്നതെന്നാ പറഞ്ഞ്? മണിയുടെ സ്വരത്തിൽ വല്ലാത്ത ഗൗരവം. അതെൻ്റെ... അവൾ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം പതറി. അല്ലെങ്കിൽ എന്തിനു മറച്ചു വെക്കണം? ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാണ് മണിയേട്ടാവൻ. മോളുടെ ചേച്ചി അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേ. ചേച്ചി നാട്ടിൽ പോയിരിക്കുക. എന്താ കാര്യം? മണിയേട്ടൻ പറഞ്ഞു. ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് ഫിദക്ക് തോന്നി. അത് മോളെ, ഇവിടെ ഒരു അപകടം നടന്നു. ഇന്നലെ വൈകിട്ടാണ്. മറ്റേ തീപിടുത്തതിൻ്റെ ന്യൂസിനിടെ ഇതിനെക്കുറിച്ചുള്ള വാർത്ത വന്ന് ആരും ശ്രദ്ധിക്കാഞ്ഞിട്ടാ. കുവൈറ്റ് സൗദി ബോർഡറിലെ ഒരു റിസോർട്ടിൽ തീപിടിച്ച് കുറേ ആളുകൾ മരിച്ചതിൻ്റെ ന്യൂസുകൾ അവളും കണ്ടിരുന്നു. മോസമിനെ വിളിച്ചിട്ടാത്ത ടെൻഷനിൽ അത് വിശദമായി വായിച്ചില്ല. മണിയുടെ കാര്യം പറ, എന്തു പറ്റി? അവൾ കരച്ചിൽ പോലെ ചോദിച്ചു. മോളെ, ഇവിടുത്തെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണു. പഴക്കം കാരണം പൊളിച്ചു കളയാനിരുന്ന ആരൊക്കെ അകത്ത് പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തിയിട്ടുണ്ട്. താൻ താമസിക്കുന്ന കെട്ടിടം പഴയതാണെന്നും അത് പൊളിച്ച് പുതിയത് കിട്ടുമെന്ന് മോസം ഒരിക്കൽ പറഞ്ഞ് ഫിദക്ക് ഓർമ്മ വന്നു. എഴുന്നേറ്റ് നിന്നപ്പോൾ അവിടെ തലകറങ്ങി. മൂക്കിൽ നിന്ന് രക്തം വീണ്ടും ഒഴുകിയിറങ്ങി. 6 നില കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലാണ് അവൻ്റെ റൂം. അവിടെ ശരീരം വിറച്ചു. എത്ര പേര് അകത്തുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. മോള് പറഞ്ഞ പയ്യൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണോ? മണിയുടെ വാക്കുകൾ ഏതോ ഗുഹയിൽ നിന്നെന്ന പോലെയാണ് അവൾ കേട്ടത്. നിന്ന നിൽപ്പിലൊന്ന് വട്ടം കറങ്ങി അവൾ നിലംപതിച്ചു. ബോധം മറയുമ്പോഴും കാപ്പിപ്പൊടി കണ്ണുള്ള, സ്വർണ്ണ നിറത്തിൽ നീളം മുടിയുള്ള മേരിജാൻ എന്ന് വിളിച്ച് പുഞ്ചിരിയോട് അടുത്ത് വരുന്ന മോശമായിരുന്നു മനസ്സ് നിറയും. ആരൊക്കെയോ സംസാരിക്കുന്ന കേട്ട് ഫിദ കണ്ണുകൾ പണിപ്പെട്ട് തുറന്നു. ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുകയാണ് താൻ. എങ്ങനെ ഇവിടെത്തി? എന്താണ് സംഭവിച്ചത്? അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് നട്ടെല്ലിലൂടെ ഒരു തരിപ്പ് പടർന്നു. മോശം, അവനെന്തു പറ്റി? അവൾ ബെഡിൽ കൈകൾ കുത്തി എഴുന്നേറ്റിരുന്നു. ഏയ് വേണ്ട, കിടന്നോ. ഒരു മലയാളി നേഴ്സ് അവിടേക്ക് വന്നു. കുഴപ്പമില്ല സിസ്റ്റർ, ഇതെവിടെയാ? സാൽമിയിൽ തന്നെയാ, അൽറിയാന ക്ലിനിക്ക്. കുറേ നേരമായി ഞാനിവിടെ. ഇന്നലെ രാത്രി കൊണ്ടുവന്ന്. ഇപ്പോൾ പുലർച്ചെ 3 മണിയാവാറായി. എനിക്ക് പോണം സിസ്റ്റർ. അയ്യോ, അത് പറ്റില്ല. തൻ്റെ ബോഡി വളരെ വീക്കാണ്. BP ആണെങ്കിൽ ഹൈ ആണ്. എന്തായാലും രാവിലെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കാം. എന്നാരെ കൊണ്ടുവന്ന്? പുറത്തുണ്ട്, ഞാൻ വിളിക്കാം കേട്ടോ. നേഴ്സ് ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രജീഷിൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന നിസാമും അഫ്സലും കൂടെ മണിയും അകത്തേക്ക് വന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഫിദ? നിസാം ചോദിച്ചു. ഞാൻ ഓക്കെ ആണിക്ക. നിന്നെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് മായ ഹോട്ടലിലേക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ നിലത്ത് വീണടക്കുക. ഡോറിൽ ഓക്കെ കഴിഞ്ഞാൽ ഭാഗ്യം. ഉടനെ ആംബുലൻസിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നിന്റെ മൊബൈലിൽ ഈ മണിയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂപ്പരോട് സംസാരിച്ചപ്പോഴാണ് സംഭവിച്ചെന്താണെന്ന് അറിഞ്ഞ്. ഫിദ മണിയെ നോക്കി.
മണിയേട്ടാ മോഹസിമിനെ കണ്ടോ? അവനത് വിളിച്ചിട്ട് എടുക്കാത്ത? ആ ചോദ്യം കേട്ട് മണി പകച്ച്. ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും. ആ ടെൻഷനിലിരിക്കുമ്പോൾ എന്നെ എങ്ങനെ വിളിക്കാനാ? എന്നാലൊരു മെസ്സേജെങ്കിലും അയച്ചുകൂടെ? മണി അത്യധികം വേദനയോടെ അവളെയും പിന്നെ നിസാമിനെയും അഫ്സലിനെയും നോക്കി. പിന്നെ അവിടെ അരികിലിരുന്നു. മോളെ, രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. കുറേ പേര് ഹോസ്പിറ്റലിലാണ്. എത്ര ആളുകൾ അതിനുള്ളിൽ കുരുങ്ങിയിട്ടുണ്ടെന്ന് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ കിട്ടാൻ വൈകും. എന്തും നേരിടാൻ നിനക്ക് കഴിയണം. അവനെന്തായാലും അതിൽ പെട്ടിട്ടുണ്ടാവില്ല മണിയേട്ടാ. പടച്ചോ അത്രയ്ക്ക് ക്രൂരനൊന്നല്ല. എനിക്ക് അവിടെ നിന്ന് പോകണം. ഒന്ന് കൊണ്ടുപോകും. മയേച്ചി ഇല്ലാത്തതുകൊണ്ടാ, പ്ലീസ്. അവൾ യാചിച്ചു. പോയിട്ടൊരു കാര്യമല്ല മോളെ. അവിടെ മുഴുവൻ പോലീസിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും കൺട്രോളിലാണ്. പുറമേ നിന്നുള്ള ഒരാൾ പോലും അകത്തേക്ക് അയറ്റില്ല. മണി നിസ്സഹായനായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോള് വിഷമിക്കല്ലേ? നിസ അവളുടെ മൊബൈൽ ബെഡിൽ വെച്ച്. ഞങ്ങൾ പോട്ടെ. ഈ സമയത്ത് ഇവിടെ വിസിറ്റേഴ്സിനെ അനുവദിക്കാത്ത. കുറേ കാല് പിടിച്ചിട്ടാ ഇത്രയും നേരം വിട്ട്. രാവിലെ വരാം. ഫിദ വിഷമിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. എന്തെങ്കിലും വഴി കണ്ടെത്താം. അത്രയും പറഞ്ഞ് 3 പേരും പുറത്തേക്ക് നടന്നു. അവൾ ഫോണെടുത്ത് നോക്കി. മായയുടെ, പ്രജീഷിൻ്റെ, മറിയമ്മിൻ്റെ, വാപ്പയുടെ, ഫാത്തിമയുടെ, ഉമ്മയുടെ, അങ്ങനെ എല്ലാവരുടെയും മിസ്ഡ് കോൾസ് കിടക്കുന്നുണ്ട്. അവൾ മോസമിൻ്റെ നമ്പറിൽ വീണ്ടും വിളിച്ചു. സ്വിച്ച് ഓഫ് തന്നെ. അവൾ വാട്സാപ്പ് എടുത്തു. മുന്ന ഒന്ന് വിളിക്കടാ, എനിക്ക് പേടിയാവുക. നീ ഓക്കെ ആണെന്ന് ഒരൊറ്റ മെസ്സേജ് മതി എനിക്ക്. അനാഥമായി കിടക്കുന്ന 100 കണക്കിന് മെസ്സേജുകളിലേക്ക് കണ്ണുനീരിൻ്റെ അകമ്പടിയോടെ അതുകൂടി അവൾ അയച്ചു. പിന്നെ മായ വിളിച്ചു. മോളെ എങ്ങനെയുണ്ട്? വെപ്രാളത്തോടെയുള്ള മായയുടെ ചോദ്യം. അവളൊന്ന് മൂളി. ഫിദ, നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. മോള് തളരരുത്. ഞാൻ പെട്ടെന്ന് അവിടെ എത്താം. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക്. മോസം മരിച്ചതാണോ മായേച്ചി വിശ്വസിക്കുന്നത്? മായ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. ഇല്ല ചേച്ചി, അവനൊന്നും സംഭവിച്ചിട്ടില്ല. ചേച്ചി വെറുതെ ടെൻഷൻ അടിക്കണ്ട. നാളെ അവൻ എന്തായാലും എന്നെ വിളിക്കും. മോളെ, നീ കുറച്ച് ദിവസം ഡ്യൂട്ടിക്ക് പോകണ്ട. ഞാൻ 100 മേടത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ചേച്ചി? എനിക്ക് നാളെ ഒറ്റ ദിവസത്തെ ലീവ് മതി. അവൻ്റെ താമസ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ഫ്രണ്ട്സിൻ്റെ ഫ്ലൈറ്റിൽ പോയി നോക്കാം. ഫിദ, ഞാൻ പറയുന്ന അനുസരിച്ച് കൂട്ടി. നിന്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്. പോരായിട്ട് നോമ്പും. അതിലൂടെ മനസ്സൂടെ വിഷമിച്ചാൽ നീ വീണു പോകും. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക. അപ്പോഴേക്കും ഞാൻ എത്തും. എന്തായാലും തനിച്ച് താമസിക്കേണ്ട. മറിയ നിന്റെ കൂടെ വന്ന് നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. നാളെ രാവിലെ അവൾ ഹോസ്പിറ്റലിൽ വരും. അതൊന്നും ഫിദ കേട്ടില്ല. മനസ്സ് അവനെ തേടി അലയുകയാണ്. ആ കെട്ടിടത്തിൽ അവന് കൊണ്ടത് ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ കുറേ ആളുകൾ എത്തിച്ചിട്ടുണ്ടെന്ന് മണിയേട്ടൻ പറഞ്ഞതാണ്. ചിലപ്പോൾ അക്കൂട്ടത്തിലുണ്ടെങ്കിലോ? തന്നെ കാണാതെ, തന്നോട് മിണ്ടാൻ പറ്റാതെ ഇതുപോലെ അവനും സങ്കടപ്പെടുന്നുണ്ടാവില്ലേ? പുലർച്ചെ നേഴ്സിനോട് പറഞ്ഞു അവൾ ഹോസ്പിറ്റലിലെ പ്രാർത്ഥനാമുറിയിൽ പോയി നിസ്കരിച്ചു. എൻ്റെ റബ്ബേ, പരിക്ക് പറ്റിയാലും എനിക്കവനെ ജീവനോടെ തന്നേക്കണേ. കയ്യോ കാലോ പോയാലും ഇനി ശരീരം മുഴുവൻ തളർന്നിട്ടാലും പ്രശ്നമില്ല. ഇത്തിരി ജീവൻ ബാക്കി വെച്ചിട്ട് എനിക്ക് തന്നാൽ മതി. പൊറ്റുപോലെ ഞാൻ നോക്കിക്കോളാം. ഇതുവരെ ഞാൻ ഒന്നിനു വേണ്ടിയും ഇത്രയും പ്രാർത്ഥിച്ചിട്ടില്ല. ഇനിയൊന്നും ചോദിക്കില്ല. എനിക്ക് അവരെ മാത്രം മതി. അവൾ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് 10 മണിയോടെ അവളെ ഡിസ്ചാർജ് ചെയ്തു. മറിയ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. നിയാസ് ഒരു ടാക്സിയിൽ 2 ആളെയും ഫ്ലാറ്റിലെത്തിച്ചു. മണി സഭാ ഹോസ്പിറ്റലിൽ പരിക്കേറ്റവരെ കുറിച്ച് അന്വേഷിക്കാൻ പോയിരുന്നു. ഫ്ലാറ്റിലെത്തിയ ഉടനെ അയാൾ വിളിച്ചു. മണിയേട്ടാ, എന്തായി? മോളെ, ആകെ 11 പേരെ ഇവിടെ എത്തിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൽ മോസ എന്നൊരാളില്ല. ഒന്നുകൂടി ചെക്ക് ചെയ്യോ മണിയേട്ടാ? തളർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. ഞാൻ തനിച്ചല്ല മോളെ. അന്ന് എയർപോർട്ടിൽ കണ്ടില്ലേ എൻ്റെ സാറിൻ്റെ മോൻ? അവനും കൂടെയുണ്ട്. ആൾ ആർമിക്കാരനാ. ഞങ്ങൾ 2 പേരും കൂടി വിശദമായിട്ട് നോക്കി. മോസം മുഹമ്മദ് സിദ്ദീഖ് എന്നൊരാളെ ഇതുവരെ ഇവിടെ എത്തിച്ചിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ? ഇല്ല, അതും അന്വേഷിച്ചു. ഫിദ മിണ്ടിയില്ല. മോളെ, ഇവിടുന്ന് കേട്ടൊരു കാര്യം പറയാം. ഉറപ്പൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ അതിനുള്ളിൽ കുരുങ്ങിയിട്ട് വേറെ പരിക്കൊന്നും പറ്റിയില്ലെങ്കിൽ ജീവനോടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് കൊണ്ടുവന്നൊരു ബീഹാറിയാണ്. അയാൾ 5-ാം നിലയിലായിരുന്നു താമസിച്ചത്. ദേഹം മുഴുവൻ ഒടിവും ചതവാണെങ്കിലും ജീവൻ തിരിച്ചിട്ടി. അണയാൻ തുടങ്ങിയ പ്രതീക്ഷയുടെ തിരുനാളം ആളിക്കത്തുകയാണ്. അതെ, കെട്ടിടാവശിഷ്ടങ്ങൾക്കിടെ ആരെങ്കിലും രക്ഷക്കെത്തുന്ന കാത്ത് അവനുണ്ടാവും. പേടിക്കേണ്ട മുന്ന, ഇത് കുവൈത്ത. അവരെത്രയും പെട്ടെന്ന് നിന്നെ കണ്ടെത്തും. അതുവരെ പിടിച്ചു നിൽക്ക്. 30 നോമ്പ് കൃത്യമായിട്ട് എടുക്കുന്ന നിനക്ക് അതിന് പറ്റുമെന്ന് എനിക്കറിയാം. നിക്കാഹ് കഴിഞ്ഞ കൈകൾ കോർത്ത് പിടിച്ച് നിന്റെ ഗ്രാമത്തിൻ്റെ ഗോതമ്പ് വയലുകൾക്ക് നടുവിലൂടെ വൈകുന്നേരങ്ങളിൽ നമുക്ക് നടക്കണ്ടേ? വയലിൻ്റെ കരയിൽ നിന്റെ ഇരുവശങ്ങളിലുമായി അമ്മിയെയും എന്നെയും ഇരുത്തി കഥകൾ പറയണ്ടേ? കേരളത്തിൽ വന്ന് ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കണ്ടേ? തൃശ്ശൂർ പൂരത്തിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നു മുതൽ നിന്റെ വലിയ ആഗ്രഹമായിരുന്നല്ലോ അവിടെ പോകണമെന്ന്. നമുക്ക് പോവാം.
അവിടെ ജാതിയും മതമൊന്നുമില്ല. എന്നെ പോലെ വായാടിയായ പെൺകുഞ്ഞിനെയും നിന്നെപ്പോലെ പാവത്തനായ ഒരു ആൺകുഞ്ഞിനെയും വേണമെന്ന് പറഞ്ഞ് നീ പറഞ്ഞു. ഇതൊക്കെ സാധിക്കണമെങ്കിൽ നീ വാ, ഞാൻ കാത്തിരിക്കുന്നുണ്ട്. പിന്നീടുള്ള 2 രാത്രിയും പകലും അവൾ പ്രാർത്ഥനയിൽ മുഴുകി. നാട്ടിൽ നിന്നുള്ളൊരു കോൾ അവൾ എടുത്തില്ല. ആരോഗ്യം മോശമായതിനാൽ നോമ്പ് പിടിക്കേണ്ടെന്ന് മറിയം വിലക്കിയിട്ടും അവൾ കേട്ടില്ല. മണിയോ നിസാമോ സഭാ ഹോസ്പിറ്റലിൽ പോയി വിവരങ്ങൾ അന്വേഷിച്ച് അവൾ അറിയിച്ചുകൊണ്ടിരുന്നു. 4 മൃതശരീരങ്ങൾ കൂടി കണ്ടെടുത്തു. അതിലും മോശമില്ലായിരുന്നു. അതോടെ ഫിദയുടെ പ്രതീക്ഷ വർദ്ധിച്ചു. 3-ാമത്തെ ദിവസം തിരച്ചിൽ പൂർത്തിയായതായി അധികൃതർ പ്രഖ്യാപിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 24 ആളുകൾ, മരണപ്പെട്ടത് 13. ആ ലിസ്റ്റിലെ 9-ാമത്തെ പേര് മോസം മുഹമ്മദ് സിദ്ദീഖി. അത് മറ്റുള്ളവർ അറിയിക്കും മുമ്പ് ഫിദ അറിഞ്ഞിരുന്നു. ഫേസ്ബുക്കിൽ കുവൈത്ത് വാർത്തകൾ വരുന്ന പേജിൽ ഇമച്ചിമ്മാതെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ. സ്കൂളിൽ നിന്ന് ആരോ മോസമിൻ്റെ മരണവാർത്ത വിളിച്ച് പറഞ്ഞോടെ മറിയം ഓടി ഫിദയുടെ അരികിലെത്തി. അവൾ ശീല പോലെ ഇരിക്കുകയാണ്. ഫിദ, മറിയ അവളെ കുലുക്കി വിളിച്ചു. എനിക്കൊന്ന് കിടക്കണം. വാക്കുകൾ മുറിഞ്ഞു പുറത്തേക്ക് വന്നു. മറിയ അവളെ താങ്ങിപ്പിടിച്ച് മുറിയിൽ കൊണ്ട് കിടത്തി. കുറച്ചുനേരം അവളെ വേദനയോടെ നോക്കി നിന്ന ശേഷം മറിയം പുറത്തിറങ്ങി കണ്ണുകൾ തുടച്ചു. ഫ്ളാറ്റിലെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ഫിദയുടെ നിലവിളി മുഴങ്ങി. പരസ്പരം ജീവന തുല്യം സ്നേഹിച്ചിരുന്ന 2 പേരിൽ ഒരാളില്ലാതായാൽ അത് മറ്റേയാളുടെ ആത്മാവിൻ്റെ മരണം കൂടിയാണെന്നും എല്ലാവരും തിരിച്ചറിഞ്ഞ നാളുകൾ. തളർന്നു കിടക്കുന്ന ഫിദയുടെ തൊട്ടരികിൽ നിൽക്കുകയായിരുന്നു മായ. മോസമിൻ്റെ മരണം സ്ഥിരീകരിച്ച ഉടനെ അവൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നതാണ്. ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു ഫിദയുടെ പെരുമാറ്റമെന്ന് മറിയ അവളെ ഫോൺ ചെയ്ത് പറഞ്ഞു. എന്തെങ്കിലും കടുങ്കൈ ചെയ്തേക്കുന്ന പേടി കൂടിയായപ്പോൾ അവൾ ഫ്ലൈറ്റ് കയറി. മോസമിൻ്റെ ശരീരം കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുകയായിരുന്നു ഫിദ ഇന്നലെ മുഴുവൻ. പക്ഷേ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി പാകിസ്ഥാനിലേക്ക് അയറ്റിവിടുന്നതിനിടെ കാണാൻ അവസരം കിട്ടില്ലെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. നോമ്പ് തുറക്കാനുള്ള സമയമായി. ബാങ്ക് വിളി മുഴങ്ങിയ ഉടനെ ഫിദ എഴുന്നേറ്റു. ടേബിളുമായി ഈന്തപ്പഴവും ഫ്രൂട്ട്സും ജ്യൂസും വെള്ളവുമെല്ലാം ഒരുക്കി വെച്ചിരുന്നു. അവൾ എഴുന്നേറ്റ് മുഖം കഴുകി ബെഡിലിരുന്ന് ഈന്തപ്പഴം വായിലിട്ടു. പിന്നെ വെള്ളവും കുടിച്ചു. കഴിക്കുമോളെ? മായ ഒരു ആപ്പിൾ അവൾക്ക് നേരെ നീട്ടി. വേണ്ട ചേച്ചി, മതി. ഈ അവസ്ഥയിൽ നോമ്പ് വേണോടാ? വേണം. ഇപ്പം ഞാനിത് എടുക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എനിക്കും പടച്ചവനും മാത്രം അറിയുന്ന ഒന്ന്. മായ അവളെ തന്നെ ഉറ്റുനോക്കി. എത്ര പെട്ടെന്നാണ് വിധി ജീവിതം മാറ്റിമറിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി നടന്നിരുന്ന പെൺകുട്ടിയാണ് ഇന്ന് സകലതും നഷ്ടപ്പെട്ടവളെ പോലെ ഇരിക്കുന്നു. അവനെ കൊണ്ടുപോയോ ചേച്ചി? നിർവികാരതയോടെ ഫിദ ചോദിച്ചു. അറിയില്ല മോളെ, പാകിസ്ഥാൻ എംബസിയുടെ കയ്യിലാണ് എല്ലാം. ബോഡി അവർക്ക് വിട്ടുകൊടുക്കുന്ന കേട്ടത്. അവൻ്റെ അമ്മ എങ്ങനെ ഇത് സഹിക്കും? മക്കൾക്ക് വേണ്ടിയാ അവർ ജീവിക്കുന്നതന്നെ. ഇന്ത്യക്കാരിയെ പ്രണയിച്ചതിന് അവൻ്റെ പിറകെ കമ്പമെടുത്ത് അടിക്കാനും ഓടിക്കാനും ഒടുവിൽ സാരമില്ല, തെറ്റ് ഇഷ്ടതാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയാനും കാത്തിരിക്കുന്ന ആ പാവത്തിന് ജീവനില്ലാത്ത മുന്നേ കാണുമ്പോൾ ഹൃദയം തകർന്നു പോവില്ല ചേച്ചി. 1 വർഷം അവരെ സ്നേഹിച്ചെനിക്ക് ഇങ്ങനെയാണെങ്കിൽ സ്വത്ത് പ്രസവിച്ച് വളർത്തിയവർക്ക് എത്ര വേദന ഉണ്ടാവും. ഫിദയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അവൾ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളൊന്നും മായയിൽ അവശേഷിച്ചിരുന്നില്ല. അല്ലെങ്കിലും പ്രാണന്റെ പാതി നഷ്ടപ്പെട്ടവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ്? നിസ്കാരശേഷം അന്നും പതിവ് പോലെ ഫിദ ദൈവത്തെ വിളിച്ചു. റബ്ബേ, എല്ലാവരും പറയും നോമ്പ് ഒഴിവാക്കാൻ. അത്രയ്ക്ക് മോശമാണ് എൻ്റെ ആരോഗ്യം. പക്ഷെ ഞാനിത് പൂർത്തിയാക്കും. എനിക്ക് മറ്റൊന്നും വേണ്ട. ഒരിക്കൽ ഒരൊറ്റ തവണ അവനൊന്ന് എനിക്ക് കാണിച്ചു തരൂ. ഒരു നിമിഷത്തേക്ക് മാത്രം മതി. ഇപ്പോഴും അവൻ മരിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രപഞ്ചത്തിന്റെ നാഥനായ അങ്ങേക്ക് എന്റെ ആഗ്രഹം സാധിച്ചു തന്നോട്. ഒരിക്കൽ മതി. മുളച്ചീന്തും പോലെ കരഞ്ഞുകൊണ്ട് അവൾ നിസ്കാരപ്പായിൽ കിടന്നു. ആ കരച്ചിലിനൊടുവിൽ എപ്പോഴും അവൾ അവിടെ തന്നെ ഉറങ്ങിപ്പോയി. മായ വന്ന് നോക്കിയെങ്കിലും ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി ഡോറ് ചാരി. ഉറക്കത്തിൽ ഫിദ ഒരു സ്വപ്നം കണ്ടു. ഒരു വലിയ ഹാൾ. അതിൻ്റെ മധ്യത്തിൽ വെള്ളത്തുണി പുതപ്പിച്ച മോസമിൻ്റെ ശരീരം. അവൾ പതിയെ അടുത്ത് ചെന്ന് നോക്കി. നേരത്തെ ഒരു പുൻസിരിയോടെ ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ് അവൻ. ശരീരത്തിൽ കാര്യമായ പരിക്കുകളൊന്നുമില്ല. ഇടത്തെ കവിളിൽ നീളത്തിലൊരു മുറിവ്. സ്വർണ്ണ തലമുടി ആരോ ചീകി ഒതുക്കി വെച്ചിട്ടുണ്ട്. കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയിരുന്നെങ്കിലെന്ന് അവൾ കൊതിച്ചു. ആ നിമിഷം തന്നെ അവൾ ഞെട്ടി ഉണർന്നു. ശരീരം വിയർത്തു. മേൽച്ചുണ്ടിലെ നനവ് ചോരയുടേതാണ്.
അവൾ ചുമരിൽ പിടിച്ചെഴുന്നേറ്റ് നിസ്കാര കുപ്പായം മൂരി പിന്നെ പുറത്തേക്ക് നടന്നു. പെരുന്നാളുടെ അവധി കഴിഞ്ഞ് നാളെ സ്കൂൾ തുറക്കും. എന്താ നിന്റെ പ്ലാന്? മായ ചോദിച്ചു. ബാൽക്കണിയിൽ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ് ഫിദ. നഷ്ടപ്പെട്ടത് നിനക്കെത്ര വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ എത്ര നാളെ ഇങ്ങനെ? നമ്മുടെ നാടല്ലേ ഇത്. നിനക്കൊരു ജോലിയുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഇത്രയും നാൾ അവധി കിട്ടി. നാളെ മുതൽ പോയില്ലെങ്കിൽ പ്രശ്നമാണ്. അതിനും മറുപടി ഉണ്ടായില്ല. മായ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. അവളുടെ രൂപം കണ്ടപ്പോൾ മായക്ക് സഹിച്ചില്ല. പഴയ പ്രസരിപ്പ് പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. ജീവനില്ലാത്ത കണ്ണുകൾ, അലങ്കോലമായ മുടി. ഏതാനും നാളുകൾ കൊണ്ട് അവളൊരു വൃദ്ധയായതുപോലെ. മറക്കണമെന്നൊന്നും ഞാൻ പറയില്ല ഫിദ, പക്ഷേ അതിജീവിച്ചേ പറ്റൂ. നീ ഇങ്ങനെ ഉരുകില്ലാതാന്ന് കാണുമ്പോൾ അവൻ്റെ ആത്മാവ് വേദനിക്കില്ലേ? നീ സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ലേ അവനും ആഗ്രഹിക്കൂ. എത്ര ദിവസമായി നീ വീട്ടിലേക്ക് വിളിച്ചു? ജലീലിക്കയും സൂറാത്തയും എന്നോട് സങ്കടം പറിച്ചില്ല. അവരെക്കുറിച്ചെങ്കിലും നീ എന്ന് ഓർക്ക്. ഫിദയുടെ മിഴിനീർ ഒലിച്ചിറങ്ങി. അവളിപ്പോൾ ഇങ്ങനെയാണ്, നിശബ്ദം കരയും. പക്ഷേ ഉള്ളിലൊരു മഹാസാഗരം തന്നെ അലയടിക്കുന്ന മായക്ക് കാണാം. നാളെ എന്തായാലും സ്കൂളിലേക്ക് വാ. നൂറാ മേഡം നിന്നെ കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാം. അവർക്കൊക്കെ സഹതാപമുണ്ട്. നിന്നെ ഫർവാനിയിൽ നിന്ന് തിരിച്ച് ജാബ്രിയിലേക്ക് മാറ്റിയത് ആ പരിഗണന വെച്ചാൽ. പക്ഷേ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ആരും വിട്ടുവീഴ്ച ചെയ്യില്ല. ഷെയ്ഖമാരുടെ സ്കൂളിൻ്റെ ഭരണേറ്റെടുത്ത് മുതൽ എല്ലാം സ്ട്രിക്റ്റാണ്. അനാവശ്യ ഇടപെടൽ നടത്തുന്നതെന്ന് പറഞ്ഞ് യാതൊരു മുന്നറിയിപ്പില്ലാതെയാണ് റംഷീദിനെ ടെർമിനേറ്റ് ചെയ്ത്. മരിച്ചവരെന്തായാലും തിരിച്ചു വരില്ല മോളെ. പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ചേച്ചി പറയുന്ന അനുസരിക്ക്. ഫിദ മായെ നോക്കി പതിയെ തലയാട്ടി. പിന്നെ മുറിയിൽ ചെന്ന് ബെഡിൽ വീണു. അതിനുശേഷം മൊബൈൽ എടുത്ത് എന്നത്തെയും പോലെ മോസമിൻ്റെ വാട്സാപ്പ് തുറന്നു. മുന്നേ ഞാൻ നാളെ മുതൽ ജോലിക്ക് പോവാട്ടോ. ജാബ്രിയിലേക്ക് തന്നെയാണ്. റംഷീദിനെ പുറത്താക്കിയെന്ന് മായച്ചി പറഞ്ഞു. എനിക്കത് കേട്ടിട്ട് സന്തോഷം തോന്നിയില്ല. നീ പറഞ്ഞിട്ടില്ലേ നമുക്ക് ആരോടും പ്രതികാരമൊന്നും വേണ്ട, ഒക്കെ അള്ളാഹു നോക്കിക്കോളുന്നു. ഞാനതനുസരിക്കുന്നു. നാളെ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്? ജീൻസൊക്കെ ലൂസായി. എപ്പോഴും നീ എന്നെ കളിയാക്കാറില്ലേ ഞാൻ ചബ്ബിയാണെന്ന്? ഇപ്പോൾ നന്നായി മെലിഞ്ഞു. ഇങ്ങനെ തന്നെ മതിയോ? അത് തടിക്കണം. മെസ്സേജ് സെൻഡ് ചെയ്ത് അവൾ ഫോൺ മാറ്റി വെച്ചു. ദിവസവും പലതവണ അവൻ്റെ നമ്പറിലേക്ക് അവൾ മെസ്സേജ് അയക്കും. അവൻ മരിച്ചില്ല, റൂമിൽ ഉറങ്ങുകയാണ്. എഴുന്നേൽക്കുമ്പോൾ റിപ്ലൈ തരുമെന്ന് അവൾ ഉറച്ച് വിശ്വസിക്കാൻ ശ്രമിച്ചു. അതായിരുന്നു ജീവിക്കാനുള്ള പ്രചോദനവും. കാറിൽ നിന്നിറങ്ങി മായയുടെ കൂടെ സ്കൂളിന് നേരെ നടക്കുമ്പോൾ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഗേറ്റ് തുറക്കപ്പെട്ടതും നെഞ്ചിലൊരു പിടച്ചിൽ. ആഫ്രിക്കൻ വംശജനായ ഒരാളാണ് പുതിയ സെക്യൂരിറ്റി ഗാർഡ്. ഗുഡ് മോർണിംഗ് മിസ്. അയാൾ അഭിവാദ്യം ചെയ്തു. ഫിദ അയാളെ ഇമ്മച്ചിമാതെ നോക്കി. പണ്ട് ആദ്യമായി ഇവിടെ വന്ന രംഗം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ആ കാപ്പിപ്പൊടി കണ്ണുകളിലെ തിളക്കം, അതിൻ്റെ മാസ്മരിക ശക്തിയിൽ ആകർഷിക്കപ്പെട്ടത്. പിന്നെ അങ്ങോട്ട് അവൻ്റെ മാസ്ക് മാറ്റി മുഖം കാണാനുള്ള ശ്രമങ്ങൾ, ഒടുവിൽ പ്രണയം. ബോധം കെട്ട് വീണ ദിവസം അവൻ അരികിൽ വന്ന് ഉമ്മ വെച്ചത്. പിന്നെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകൾ പൂർണ്ണമായും തന്നെ അവന് സമർപ്പിച്ചത്. ഒടുവിൽ ഒരുമിച്ച് കണ്ട കിനാവുകൾ ബാക്കിയാക്കി അവൻ പോയി. ഇനി ആ കണ്ണുകൾ തൻ്റെ മുന്നിൽ വരില്ല. മേരി ജാൻ എന്ന വിളി കാതിൽ മുഴങ്ങില്ല. ആ വിരലുകളുടെ സ്പർശം ഇനിയില്ല. ഓർമ്മകളാൽ വേട്ടയാടപ്പെട്ടുകൊണ്ട് താനിനി ഒറ്റക്കാണ്. അവൾ വളരെ വേഗത്തിൽ സ്കൂളിനകത്തേക്ക് നടന്നു. സ്കൂളിൻ്റെ ഓപ്പറേഷൻ മാനേജർ നൂറ അമ്പരപ്പോടെ കയ്യിലെ റിസൈൻ ലെറ്ററും ഫിദയും മാറി മാറി നോക്കി. ഫിദ, സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. എന്ത് ചെയ്യാനാ? ആയുസ് നിശ്ചയിക്കുന്ന അള്ളാഹു അല്ലേ. പക്ഷെ നിന്റെ ഈ തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറയും. എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ മാഡം, നിർബന്ധിക്കരുത്. ശരി, ഞാനിത് ഫോർവേഡ് ചെയ്യാം. താങ്ക്സ് മാഡം. ഫിദ പുറത്തിറങ്ങി. അവിടെ മായ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായി? സ്വീകരിച്ചു. ഫിദ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല, നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് ആലോചിച്ചാൽ ഇതാണ് ശരി. ഇവിടെ നിൽക്കുന്നിടത്തോളം അവനെക്കുറിച്ച് ഒരു നീക്കറിയും. തൽക്കാലം നാട്ടിലേക്ക് പോകും, ബാക്കി പിന്നെ ആലോചിക്കാം. മായ അവിടെ കൈപ്പിടിച്ച് റിസപ്ഷന് നേരെ നടന്നു. മൂന്നാമത്തെ ദിവസം വിസ ക്യാൻസൽ ചെയ്ത് കിട്ടി. അന്ന് രാത്രിയുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റും എടുത്തു. മായും പ്രജീഷും ചേർന്നാണ് അവളെ എയർപോർട്ടിൽ വിട്ടത്. അവിടെ മണിയും മറിയുമ്പോൾ വന്നിരുന്നു. അവിടെ കൊണ്ടുപോകാൻ ആരെങ്കിലും വരുമോ? പ്രജീഷ് ചോദിച്ചു. ആഷിയോട് പറഞ്ഞിട്ടുണ്ട്, അവൻ വരുമായിരിക്കും കേട്ടോ. എത്തിയോറിനെ വിളിക്കണം. പ്രജീഷ് ഒരു ബാഗ് ട്രോളിലുള്ള അവരുടെ ബാഗുകൾക്ക് മീതെ വെച്ച്. കുറച്ച് ഡ്രസ്സും ചോക്ലേറ്റൊക്കെയാണ്. ആദ്യമായിട്ട് നാട്ടിലേക്ക് പോകുന്നല്ലേ, വെറും കൈയോടെ പോകണ്ട. ഈ അവസ്ഥയിൽ ഇതൊന്നും ആവശ്യമില്ലാത്തതെന്ന് അറിയാം. എന്നാൽ എൻ്റെ ഒരു സന്തോഷത്തിന്. അവൾ മണിയുടെ അടുത്തെത്തി. പോട്ടെ മണിയേട്ടാ. അയാൾ സങ്കടത്തോടെ അവളെ നോക്കി തലയാട്ടി. മറിയമ്മിനെയും മായയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞതിന് ശേഷം അവൾ ട്രോളി തള്ളിക്കയറ്റിക്കൊണ്ട് എയർപോർട്ടിനകത്തേക്ക് നടന്നു. ഫ്ലൈറ്റിലിരുന്ന് വിൻഡോയിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. എങ്ങും പ്രകാശം ചൊരിയുന്ന ലൈറ്റുകൾ. ചാറ്റിൽ മഴ പെയ്യുന്നുണ്ട്. മരുഭൂമിയിലെ മഴ. മോസമിന് ഇവിടെ മഴ പെയ്യുന്ന തീരെ ഇഷ്ടമല്ല.
കാരണം ആ സമയത്ത് സ്കൂളിലെ കൺട്രോൾ റൂമിലെ പാനലിൽ നിന്ന് ട്രബിൾ സൗണ്ട് വരും. ചിലപ്പോൾ ഫയർ അലാം അടിക്കും. എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് മെയിൻ്റനൻസ് സ്റ്റാഫിന് റിപ്പോർട്ട് ചെയ്യണം. അതിനൊക്കെ അവനെ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒടുവിൽ ക്ഷീണിച്ച അവശനായി വെള്ളം കുടിക്കാൻ പാൻട്രി റൂമിലേക്ക് കയറും. ആ സമയം അവളും പതി അങ്ങോട്ട് പോകും. ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ അവൻ്റെ ക്ഷീണം മാറുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. മുന്ന, ഞാൻ പോവാട്ടോ. നീ ഇല്ലാതെ എനിക്കവിടെ പറ്റുന്നില്ലടാ. ഒന്നുകിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എവിടെ നോക്കിയാലും നിന്നെയാണ് കാണുന്നത്. നാട്ടിൽ പോയാൽ കുറ്റപ്പെടുത്തലും വഴക്കെല്ലാം കേൾക്കേണ്ടി വരും. സാരമില്ല, എന്ത് നേരിടാൻ ഞാനിപ്പോൾ തയ്യാറാണ്. ഫ്ലൈറ്റ് കുതിച്ചു പൊങ്ങി. കുവൈത്ത് താഴെ പ്രകാശത്തിൻ്റെ പൊട്ടുകളായി മാറി. ഇവിടെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ഇവിടെ തന്നെയാണ് ജീവിതം നഷ്ടപ്പെട്ടതും. നെഞ്ചിലൊരു വേദന പൊട്ടി മുളച്ച് അത് ശരീരം മുഴുവൻ പടർന്നു തുടങ്ങിയപ്പോൾ അവൾ പുറകിലേക്ക് ചാരി കണ്ണുകൾ ഇറുക്കി അടച്ചു. പ്രതീക്ഷിച്ച പോലെ സുഹൃയുടെയും കുടുംബക്കാരുടെയും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും നിറഞ്ഞ നാളുകളായിരുന്നു പിന്നീട്. അഹങ്കാരത്തിന് പടച്ചോ നൽകിയ ശിക്ഷയാണെന്ന് ചിലർ, മോസം മരിച്ചുകൊണ്ട് ഒരു വർഗീയ ലഹള തന്നെ ഒഴിവായി എന്നവരെ ചിലർ പറഞ്ഞു. ഫീദ ഒന്നിനോടും പ്രതികരിച്ചില്ല. അതിന് താല്പര്യമില്ലായിരുന്നു. അടച്ചിട്ട മുറിയിൽ അവൾ സ്വയം തടവ് ശിക്ഷ അനുഭവിച്ചു. ജലീലും ആഷിക്കും മാത്രം അവളോടൊന്നും ചോദിച്ചില്ല. തങ്ങളാൽ കഴിയും വിധം അവളെ ആശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അനിയന്ത്രിതമായ ബ്ലീഡിംഗ് കാരണം ഒരു ദിവസം ഫിദ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. ആഷിക്കാണ് കൂടെ ചെന്നത്. മോസം മരിച്ച ശേഷം പീരീഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. അത് എല്ലാ മാസവും കൃത്യമായി ഉണ്ടാവാറില്ലായിരുന്നു. കൂടെ ആരാ വന്നിട്ടുള്ളത്? ടെസ്റ്റ് റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം ഡോക്ടർ താഹിറ ചോദിച്ചു. ഫ്രണ്ടാണ് ഡോക്ടർ, പുറത്തുണ്ട്. കുട്ടി മാരീഡ് അല്ലല്ലോ? ഏകദേശം ഉറപ്പിച്ചതാ, പക്ഷെ ആള് ജീവനോടെ ഇല്ല. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഫിദ പറഞ്ഞപ്പോൾ താഹിറ സഹതാപത്തോടെ അവളെ നോക്കി. വീട്ടിലറിയില്ലേ? അറിയും. എന്താ ഡോക്ടർ? അത് കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു, അബോർഷനായിപ്പോയി. ശ്വാസം എടുക്കാൻ പോലും പറ്റാതെ ഫിദ തരിച്ചിരുന്നു. അവൻ്റെ കുഞ്ഞ് തൻ്റെ ഉദരത്തിലുണ്ടായിരുന്നു. പക്ഷെ അവൻ പോയ ശേഷം അതും പോയി. ആ കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഇനി അതിനുവേണ്ടി ജീവിച്ചേനെ. പക്ഷെ വിധി അവിടെയും തോൽപ്പിച്ചു, അതിക്രൂരമായി. എന്തായാലും അഡ്മിറ്റ് ചെയ്യാം, വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക്. യാന്ത്രികമായി എഴുന്നേറ്റ് ഫിദ പുറത്തിറങ്ങി. ആഷിഖിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും അവൾ ഉത്തരം നൽകിയില്ല. നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ഏങ്ങിലടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു. സകലതും നഷ്ടപ്പെട്ടവളുടെ കരച്ചിൽ. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. കൗൺസിലിങ്ങിന് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് അവളെ ജയിലിൽ നിർബന്ധിച്ച് കൊണ്ടുപോയെങ്കിലും ഫലമൊന്നും ഇല്ലായിരുന്നു. മോസം ഒരു തീരാ നോവായി അവശേഷിക്കുകയാണ്. എന്നും അവൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പരാതികളും പരിഭവങ്ങളും പറയുന്നതിൽ ഫിദ ആനന്ദം കണ്ടെത്തി. അവൾ പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടതോടെ ശകാരങ്ങളും കുറ്റപ്പെടുത്തലുമെല്ലാം കുറഞ്ഞിരുന്നു. മായും പ്രജീഷും ദിവസവും മണിയും മറിയും ഇടയ്ക്കിടെയും അവളെ ഫോൺ ചെയ്ത് സംസാരിക്കും. ഒരു പ്രഭാതത്തിൽ മുറിയിൽ നിന്ന് ഖുർആൻ ഓതുകയായിരുന്നു ഫിദ. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ ഖുർആൻ മടക്കി വെച്ച് എടുത്തു നോക്കി. മോസമിൻ്റെ നമ്പർ. ഒരു നടുക്കം. വിറയാർന്ന വിരലുകളാൽ അവൾ ആൻസർ ബട്ടണിൽ തൊട്ടു. നെഞ്ചിടിപ്പ് കൂടുകയാണ്. ബേട്ടി. അപ്പുറത്തൊരു പുരുഷന്റെ ശബ്ദം. ഇത് ഞാനാ, റഹ്മത്തുള്ള, മോസമിൻ്റെ മാമു. എന്തൊക്കെയോ സംസാരിക്കണമെന്ന് തോന്നിയെങ്കിലും ഫിദക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. ഇന്ന് വെറുതെ അവൻ്റെ ഫോണിൽ നെറ്റ് കണക്ട് ചെയ്തപ്പോഴാ നിന്റെ മെസ്സേജുകൾ കണ്ടത്. നീ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ്റെ അമ്മയ്ക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതാ വിളിച്ച് ഞാൻ കൊടുക്കാം. ഫോൺ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ബേട്ടി, ഞാനാ, അമ്മി. തളർന്നൊരു സ്ത്രീ ശബ്ദം. മുന്നേ ഒരു ഇന്ത്യക്കാരിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തികച്ചും സാധാരണക്കാരിയായിട്ടാണ് തോന്നിയത്. പക്ഷേ ആ ബന്ധം ഇത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്ത് ചെയ്യാനാ, അള്ളാഹു അവന് ആയുസ് അത്രേ നൽകിയുള്ളൂ. പിന്നെ കുറച്ചു നേരം നിശബ്ദത. ഇരുഭാഗത്തുമുള്ള രണ്ട് സ്ത്രീകളും തകർന്നു പോയവരാണ്. ഒരാൾ ജന്മം കൊടുത്തവൾ, മറ്റേയാൾ ജീവിതം കൊടുത്തവൾ. ഞാനൊരു കാര്യം പറഞ്ഞ ബേട്ടി അനുസരിക്കുമോ? അമ്മി പറഞ്ഞോളൂ. കഴിഞ്ഞ തോർത്ത് ദുഃഖിക്കരുത്. മുന്നേ ഇനി ഇല്ല എന്നുള്ള സത്യം ഉൾക്കൊള്ളണം. നിനക്ക് ചെറിയ പ്രായ, ഇനി ഒരുപാട് കാലം ജീവിക്കാനുള്ളതല്ലേ. നീ ഇങ്ങനെ കഴിയുന്ന വീട്ടുകാരെയും സങ്കടപ്പെടുത്തും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കണം. പ്രയാസമെന്നറിയാം. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ സന്തോഷം നഷ്ടമായി. ഇനി നമ്മൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക. മുന്നക്ക് വേണ്ടിയാ ഞാനീ പറയുന്നത്. പിന്നെയും നീണ്ട മൗനം. ശരി, അമ്മി പറയുന്നത് ഞാൻ അനുസരിക്കാൻ. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരണം. പറയൂ ബേട്ടി. എനിക്ക് മുന്നേയുടെ ഖബറൊന്ന് കാണണം. നേർത്തതെങ്കിലും അവളുടെ സ്വരം ഉറച്ചതായിരുന്നു.
അത് വേണോ ബേട്ടി? കൂടുതൽ വേദനിക്കില്ലേ? ഇപ്പം അനുഭവിക്കുന്നതിന് മുമ്പിൽ ഈ വേദനയൊന്നും ഒന്നുമല്ല. മുന്നേടെ മാമു നിനക്കത് കാണിച്ചു തരും. പക്ഷേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനിയുള്ള ജീവിതം വീട്ടുകാർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണം. അവരുടെ ശാപം മുന്നേക്ക് കിട്ടരുത്. കോള് കട്ടായി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോസമിൻ്റെ വാട്സാപ്പിൽ നിന്ന് വീഡിയോ കോൾ വന്നു. റഹ്മത്തുള്ളയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടു. ഒരു നിമിഷം അവളെ നോക്കി നിന്ന ശേഷം അയാൾ ബാക്ക് ക്യാമറ ഓൺ ചെയ്തു. വിശാലമായൊരു പള്ളിപ്പറമ്പായിരുന്നത്. മുന്നിലെ കബറിലേക്ക് അയാൾ ഫോൺ അടുപ്പിച്ച് പിടിച്ചു. ഇതാ മുന്നിടേത്. റഹ്മത്തുള്ളയുടെ ശബ്ദമിടറി. തൻ്റെ പ്രിയപ്പെട്ടവൻ അടക്കം ചെയ്ത സ്ഥലം, അത് തൻ്റെയും കൂടി കബറാണ്. ആ മീസാൻ്റെ കല്ലുറപ്പിച്ചിരിക്കുന്നത് തൻ്റെ സ്വപ്നങ്ങളുടെ, സന്തോഷങ്ങളുടെ, പ്രതീക്ഷകളുടെ മീതെയാണ്. ഹൃദയത്തിൽ 1000 ചൂണ്ടക്കുളുത്തുകൾ ആഴ്ന്നിറങ്ങുന്നത് പോലെ ഫിദക്ക് തോന്നി. ഇനി അവനില്ല, തൻ്റെ മുന്നേ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ചുട്ടുപഴുത്തൊഴുകിയിറങ്ങുന്ന കണ്ണുനീരവൾ തുടച്ചു. മതി മാമു, താങ്ക്സ്. റഹ്മത്തുള്ള ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തു. ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ മാമു? എന്താ മോളെ? മുന്നേ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവൻ്റെ ദേഹത്ത് മുറിവിളക്കം ഉണ്ടായിരുന്നു. എനിക്ക് അവസാനമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ചോദിക്കുന്ന. എല്ലാം കഴിഞ്ഞല്ലേ മോളെ, ഇനി എന്തിനാ? പ്ലീസ് പറ മാമു. അത് ഞങ്ങൾക്കും അത്ഭുതമായിരുന്നു. ശരീരത്തിൽ എവിടെയും കാര്യമായിട്ടുള്ള പരിക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടത്തേക്കാവിലുള്ള ഒരു ചെറിയ മുറിവ് മാത്രം. ശ്വാസം കിട്ടാതെ അവൻ പോയതെന്നാ ഡോക്ടർ പറഞ്ഞ്. നന്നായിട്ട് ഉറങ്ങുന്ന പോലെ മരിച്ചു കിടക്കുക എന്ന് പറയില്ല. റഹ്മത്തുള്ളയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. മതി, ഞാൻ വെച്ചോട്ടെ. മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ കോള് കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് നിസ്കാരപ്പായിൽ ഉറങ്ങിപ്പോയ ദിവസം കണ്ട സ്വപ്നം. കവിളിലൊരു ചെറിയ മുറിവുമായി ശാന്തമായി ഉറങ്ങുന്ന പോലെ തന്നെയായിരുന്നു അവൻ കിടന്നിരുന്നത്. തൻ്റെ പ്രാർത്ഥന കേട്ട് പടച്ചോൻ കാണിച്ചു തന്നതാവും. അവളൊന്ന് ശ്വാസം വലിച്ചെടുത്തു. പിന്നെ ആർത്തലച്ചൊരു കരച്ചിലായിരുന്നു. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെല്ലാം മലവെള്ളപ്പാച്ചിൽ പോലെ പുറത്തേക്ക് ഒഴുകുകയാണ്. എനിക്ക് വയ്യ മുന്ന, മടുത്തു. നീ ഇല്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ട. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് മേശവലിപ്പ് തുറന്ന് ഒരു ചെറിയ കത്തിയെടുത്തു. രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിൻ്റെ മുന്നറിയിപ്പുകൾ ശരീരം നൽകി തുടങ്ങി. നാവ് വരളുന്നു, കാഴ്ച മങ്ങുന്നു. വലം കൈയിൽ കത്തി മുറുകെ പിടിച്ച് അവൾ ബെഡിലേക്ക് കിടന്നു. ഒരു പെർഫ്യൂമിൻ്റെ ഗന്ധം ചുറ്റും പരക്കുകയാണ്. നെറ്റിയിൽ അധരങ്ങൾ അമരുന്നു. മേരി ജാൻ, മധുരമായ സ്വരത്തിൽ അവൻ വിളിക്കുന്നു. നീ എന്താ ചെയ്യുന്നേ? എനിക്ക് പറ്റില്ല മുന്ന, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കണ്ട. നാസികത്തുമ്പിലൊരു ചുംബനം കൂടി. ജാൻ, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ മരണം ഒരു ദുരന്തത്തിൽ സംഭവിച്ചതാ. അതുകൊണ്ട് തന്നെ നമ്മുടെ മതവിശ്വാസപ്രകാരം സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കും. പക്ഷേ അതേ വിശ്വാസപ്രകാരം ആത്മഹത്യ ചെയ്തവർ നരകത്തിലാണ് പോവുക. ശരിയല്ലേ? നീ എന്താ പറഞ്ഞു വരുന്ന മുന്ന? അള്ളാഹു നിനക്ക് എത്ര നാൾ ഇവിടെ അനുവദിച്ചിട്ടുണ്ടോ അത്രയും കാലം ജീവിക്കണം. അതിനുശേഷം നീ വാ, ഞാൻ സ്വർഗത്തിൽ കാത്തിരിക്കും. അവിടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം അവിടെ ലഭിക്കും. ആരെയും ഭയക്കാതെ, രാജ്യങ്ങളുടെ അതിർത്തികളില്ലാതെ സന്തോഷത്തോടെയുള്ള ജീവിതം. അവളൊന്നും മിണ്ടിയില്ല. സമ്മതിക്ക് ജാൻ. നീ എന്നെ കാത്തിരിക്കോ, അത് ഇവിടെ ചെയ്ത പോലെ എന്നെ പറ്റിക്കോ? കണ്ണുകൾക്ക് മീതെയും അവൻ ചുംബിച്ചു. ഞാൻ കാത്തിരിക്കും. പക്ഷേ ഇതുപോലെ വേണ്ടാത്തൊന്നും ചിന്തിക്കരുത്, കരയുകയും അരുത്. കാരണം നീ കരയുമ്പോൾ വേദനിക്കുന്ന എൻ്റെ മനസ്സാ. അവനെ ഒന്ന് പുണരാൻ കൈകൾ ഉയർത്തിയെങ്കിലും പെട്ടെന്ന് അവൻ അപ്രത്യക്ഷനായി. ഫിദ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ആരുമില്ല. സ്വപ്നവും യാഥാർത്ഥ്യവും വേർതിരിച്ചറിയാനാവാതെ അവൾ തളർന്നു. പിന്നെ കത്തി നിലത്തേക്കിട്ട് കരഞ്ഞു തുടങ്ങി. അവസാനത്തെ തുള്ളി കണ്ണുനീരും ഒഴുക്കിക്കളയാനൊരു ശ്രമം. ഇന്നത്തെ ദിവസത്തിന് ശേഷം കരയരുത്, അത് മുന്നേ സങ്കടപ്പെടുത്തും. ഇത് അവസാനത്തേതായിരിക്കട്ടെ. ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ഡിപ്പാർച്ചർ എൻട്രൻസിന്റെ വലതുവശത്ത് തൻ്റെ മുമ്പിലെ പെൺകുട്ടിയെ അവിശ്വസനീയതയോടെ നോക്കി നിൽക്കുകയാണ് ഹരിശങ്കർ. ഇങ്ങനെയൊരു പ്രണയമോ? താൻ എഴുതിയ കഥകളിലെ പ്രണയമൊക്കെ വെറും ഭാവന മാത്രമാണ്. പക്ഷെ സ്നേഹിച്ച പുരുഷനോടൊത്ത് മരണാനന്തരം ഒരുമിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ. എന്തായാലും എന്നെ കാണാൻ വന്നില്ല, ഒത്തിരി നന്ദിയുണ്ട് സർ. ഫിദ പുഞ്ചിരിച്ചു. പിന്നെ ആഷിഖിനെ നോക്കി. നിന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ. ആഷിഖായിരുന്നു ഹരിശങ്കറിനെ നേരിപ്പോയി കണ്ടതും ഫിദയുടെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം വിവരിച്ചു. നന്ദിയൊന്നും വേണ്ട, പക്ഷേ ഈ യാത്ര വേണ്ടായിരുന്നു ഫിദ, ആഷിഖ് വിഷാദത്തോടെ പറഞ്ഞു.
വേണ ആഷി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഉമ്മാക്കും മറ്റുള്ളവർക്കും എന്നെ എത്രയും പെട്ടെന്ന് ആരുടെയെങ്കിലും കൂടെ പറഞ്ഞേക്കണം. എനിക്ക് വേണ്ടി അവരോട് യുദ്ധം ചെയ്ത് വാപ്പ തളർന്നു. ഒന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അതാ പ്രിജയോനോട് പറഞ്ഞ് ഖത്തറിലൊരു ജോലി ശരിയാക്കിയത്. അവൾ ഹരിശങ്കറിനെ നേരെ തിരിഞ്ഞു. പണ്ട് സാറ് പറഞ്ഞില്ലേ, അറം പറ്റുമോന്ന് പേടിച്ച് ആരുടെയും ജീവിതകഥകൾ എഴുതാറില്ലെന്ന്. ഇനി എൻ്റെ കഥ എഴുതാമോ? അറം പറ്റുമെന്ന പേടി വേണ്ടല്ലോ, കാരണം അത് സംഭവിച്ചു കഴിഞ്ഞല്ലോ. അവളൊന്ന് വിശ്വസിച്ചു. അവൻ മരിച്ചു. ഒരിക്കൽ ഞാനും മരിക്കും. പക്ഷേ സാറിൻ്റെ കഥയിലൂടെ ഞങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും. ഹരിശങ്കർ അവിടെ വലതുകരം പിടിച്ചു. നിന്നെ ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞെല്ലാം മറക്കണമെന്ന് ഉപദേശിക്കാനോ എനിക്ക് പറ്റില്ല കുട്ടി. ഞാനും പ്രണയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രണയത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇതുപോലെ മനോഹരമായ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഭംഗി ചോരാതെ കുറിച്ചിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ശ്രമിക്കും. സന്തോഷത്തോടെ ഫിദയൊന്ന് ചിരിച്ചു. ഞാൻ പോട്ടെ സാർ, നമ്പരുണ്ടല്ലോ, കത്തെടുത്തിട്ട് വിളിക്കാം. കഥ എഴുതാൻ ആവശ്യം എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി. പോയി വാ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആഷിഖിനോട് യാത്ര പറഞ്ഞ് അവൾ മുന്നോട്ട് നീങ്ങി. ഹരിശങ്കറും ആഷിഖും പുറത്തേക്ക് നടന്നു. ആരോ വിളിച്ച പോലെ തോന്നി ഹരിശങ്കർ തിരിഞ്ഞു നോക്കി. കാപ്പിപ്പൊടി കണ്ണുകളുള്ള നീണ്ട സ്വർണ്ണ തലമുടിയുള്ള ഗോതമ്പിൻ്റെ നിറമുള്ള സുമുഖനായ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കൈവീശി കാണിക്കുന്നു. പിന്നെ വേഗത്തിൽ ഫിദയുടെ പിന്നാലെ അകത്തേക്ക് ഓടുന്നു. ഹരിശങ്കർ കണ്ണുകൾ ഇറുക്കിയടച്ച് തുറന്നു. ആരുമില്ല. തൻ്റെ തോന്നലാണോ? അതോ മലയാളത്തിൽ എഴുതിയ തങ്ങളുടെ ജീവിതകഥ കേൾക്കാൻ വേണ്ടി മോസം ആകാംക്ഷയുടെ കൂടെ തന്നെയുണ്ടോ? ഉത്തരം കിട്ടാത്ത ചോദ്യം പേറി ഹരിശങ്കർ പുറത്തേക്ക് നടന്നു. മനസ്സിൽ പുതിയ കഥ രൂപപ്പെടുകയാണ്. മരുപക്ഷി പാടുമ്പോൾ. ഇതൊരു പെൺകുട്ടിയുടെ ജീവിതകഥയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവം. ആക്ച്വലി എന്നെ ഒരുപാട് പേഴ്സണലി കരയിപ്പിച്ചൊരു കഥ കൂടിയായിരുന്നു ഇത്. ഇതൊരു അനുഭവ കഥയാണ് എന്നതായിരിക്കാം. ഈ കഥയിൽ കർണൻ പറഞ്ഞ പോലെ ഞാനീ പറഞ്ഞ കഥ മലയാളത്തിലാണെങ്കിലും ഒരുപക്ഷെ പാകിസ്ഥാനിയായ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിലോ, അല്ലേ?